ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഓട്ടോറിയം കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന 6 AM ക്ലബ് സൂം വെബിനാറിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സന്തോഷ് പറപ്പൂർ. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് സ്വദേശം. പ്രൊഫഷണലി ഞാനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി നാം ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ ഒരു സംരംഭത്തിൽ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നാം എല്ലാവരും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന 2 പ്രധാന പ്രശ്നങ്ങളാണ്. ഒന്ന് ആരോഗ്യം, 2 സമ്പത്ത്. നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ബിസിനസ്മാൻ ആകാം, അതിനുവേണ്ടി നാം എന്തിന് ഈ ബയോട്ടോറിയം ചെയ്യണം എന്നതിനെ പറ്റി വളരെ കൃത്യമായി സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒത്തുചേരുന്നത് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ സ്വദേശിയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ 25 വർഷത്തെ പരിചയ സമ്പത്തും ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ഈ ബയോട്ടോറിയം ബിസിനസ്സിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സെന്തിൽ കുമാർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സെന്തിൽ കുമാർ സാർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സന്തോഷ് സാർ. എന്നെ വളരെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് സെന്തിൽ കുമാർ. ഞാൻ പാലക്കാട് ജില്ല കൊഴിഞ്ഞാമ്പാറയ്ക്കടുത്ത് എലിപ്പാറ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. സത്യത്തിൽ ഇന്നൊരു വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഇത്രയും മെമ്പേഴ്സുള്ള ഇത്രയും വലിയൊരു മഹത്തായ സൂം മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിക്കുകയും അതിൽ സംസാരിക്കാൻ വേണ്ടി എനിക്കൊരു ചാൻസ് തരികയും ചെയ്തത് മനോജ് സാറിന് ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു എന്നോടുള്ള വിശ്വാസമാണ് എന്നെ ഈ ഒരു വേദിയിലേക്ക് സംസാരിക്കാൻ ക്ഷണിച്ചത്. സത്യത്തിൽ ഇന്നൊരു ഞാനൊരു സ്പീച്ചല്ല ഉദ്ദേശിക്കുന്നത്. ചില യഥാർത്ഥങ്ങൾ സാധാരണക്കാരിൽ നിന്ന് കണ്ടുവരുന്ന ആ യഥാർത്ഥ്യമായ ചില റിയാലിറ്റിയാണ് ഞാൻ പറയാനുള്ളത്. കാരണം ഇതൊരു സ്പീച്ചായിട്ട് കണക്കാക്കണ്ട. നമ്മുടെ കുടുംബത്തിലൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് കാര്യങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്തതായിട്ട് കണക്കാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ പാലക്കാട്ടുകാരനാണ്. എന്റെ സ്ലാഗിലും ആ ഒരു പാലക്കാട്ടുകാരൻ്റെ ഒരു ഇത് കാണും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യുക. കോഴിക്കോട്ടുകാർ കഴിഞ്ഞ ആഴ്ച കോഴിക്കോടായിരുന്നു. അങ്ങനെ എല്ലാ പല ജില്ലകളിലും ഇന്ന് എൻ്റെ ടീമുകളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ല വിട്ട് സംസ്ഥാനം വിട്ട് പല സംസ്ഥാനങ്ങളിലും എൻ്റെ ടീം ആയിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഷകളും പഠിക്കാനുണ്ട്, പലതും മാറ്റം വരുത്താനുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് കോടിക്കണക്കിന് മെമ്പേഴ്സ് അല്ലെങ്കിൽ വ്യക്തികൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്ക് കുറച്ച് മെമ്പേഴ്സിന് മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറാനും ഇത് മനസ്സിലാക്കാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് എൻ്റെ ഇതില് കേൾക്കാനും ഇത് പങ്കെടുക്കാനും ഇത് തോന്നിപ്പിക്കാനും ചെയ്ത ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനം നമ്മൾക്ക് കേരളത്തിൽ എത്തിക്കാൻ കാരണക്കാരനായ നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് മെന്ററായ മനോജ് സാറേയും ഈ വേളയിൽ ഒരുപാട് സന്തോഷത്തോട് സ്മരിച്ചു കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ ഒരു തുടക്കമാണ് ഇന്ന് കേരളത്തിൽ ഈ ഒരു പ്രോഗ്രാം നമുക്കെല്ലാം അറിയാനും മനസ്സിലാക്കാനും ഉപയോഗിക്കാനും അതിന്റെ ഫലങ്ങൾ പറ്റാനും കാരണക്കാരനായ വ്യക്തി. അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വഴിവിളക്കാക്കി മാറ്റിയ അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും നന്ദി മതിയാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ കേരളത്തില് ഈ ബയോട്ടോറിയം എന്നുള്ള കമ്പനിയിൽ ചേർന്ന് ഇന്ന് സൂം മീറ്റിംഗ് എന്നുള്ള ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ അതിരാവിലെ എല്ലാവരും കൂടി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഒരു പോസിറ്റീവ് എനർജി ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ വളരെ പോസിറ്റീവായി നമ്മളെ നയിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജിക്ക് വിത്തിട്ട ഒരു കമ്പനി ഈ ബയോട്ടോറിയം. ആ കമ്പനിയുടെ MD ഡോക്ടർ സാഗർ ജോഷി സാർ, അദ്ദേഹം ഒരു മഹത്തായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മൂലം ഇന്ന് ഏകദേശം 30 ലക്ഷത്തിൽ പരം വ്യക്തികൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ഒരു കാരണക്കാരനായ വ്യക്തിക്ക് നമുക്ക് എന്നും കടപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നൊരു സാധാരണക്കാരൻ ജീവിക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളും അതിനെ അഭിമുഖീകരിക്കുന്ന കാരണങ്ങളും ആണ് ഒന്ന് കുറച്ച് ഷെയർ ചെയ്യാം.
ഇതൊരു സ്പീച്ചായിട്ട് കണക്കാക്കണ്ട. ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചതും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ കിട്ടിയതുമായ ഒരു ചില അനുഭവങ്ങളാണ് ഞാൻ ചെറുതായിട്ട് കൂട്ടി ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു സാധാരണ ഒരു കുടുംബം ജീവിച്ചു പോകണമെങ്കിൽ ഇന്ന് നമുക്ക് എത്ര സാമ്പത്തികമായിട്ട് ചെലവ് വരും എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കണക്കാണ്. ഒരു 4 പേരടങ്ങുന്ന ഒരു കുടുംബം 4 പേരടങ്ങുന്ന ഒരു കുടുംബം ജീവിക്കാൻ വേണ്ടി നമുക്കിന്ന് വേണ്ടത് ഏകദേശം ഒരു മാസത്തേക്കുള്ള കാൽക്കുലേഷനാണ്. അത് തെറ്റാകാം, കൂടാം, കുറയാം. ആവറേജ് ഞാൻ അനുഭവിച്ച ആ ഒരു ഇത് വെച്ചിട്ട് പറയുന്നത്. അപ്പൊ അതില് ഒരു ഫുഡും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 16 രൂപന്റെ ചെലവ് നമുക്കുണ്ട്. അതൊന്ന്. ഫുഡ് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മൊബൈൽ ഫോൺ. അതില്ലെങ്കിൽ ഫുഡില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. ഈ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിക്കും സഹിക്കാൻ പറ്റില്ല. കാരണം കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേർക്കും ഒരു മൊബൈൽ നിർബന്ധമായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഡാറ്റ കവറേജ് ഉള്ള ടച്ച് മൊബൈലാണ് ഇന്ന് എല്ലാവർക്കും ആവശ്യപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൊബൈലാണ് നമുക്ക് 4 പേർക്കുള്ളത്. അതിന്റെ റീചാർജ് ഏറ്റവും കുറഞ്ഞ സംഖ്യ ഇട്ടാൽ പോലും 1200 രൂപ 4 മൊബൈലിനും വേണ്ടിവരും. അതൊന്ന് ഒരു കാൽക്കുലേഷനാണ്. അത് കടന്നാൽ അടുത്ത ഏറ്റവും വലുത് ഇലക്ട്രിസിറ്റി ബില്ല്. ഇപ്പൊ ഇന്ന് എല്ലാ വീട്ടിലും ഇലക്ട്രിസിറ്റി ബില്ല് നമുക്കൊരു ഏകദേശം ഒരു 1000 രൂപ കുറയാത്ത ഒരു ബില്ലുകൾ എല്ലാ ഭാഗത്തും കാണും. അതിൽ കൂടുതൽ AC വെച്ചവർക്കെല്ലാം കൂടുതലുണ്ടെങ്കിലും ഞാൻ ഒരു സാധാരണക്കാരന്റെ ഫാമിലിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഒരു 1000 രൂപയാണ് അതിൽ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഒരു EMI എന്നുള്ളത് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരില്ല. EMI ഇല്ലാത്ത വീടില്ല. EMI ഇല്ലാത്ത 2 വീടുണ്ടാവും. ഒന്നെങ്കിൽ ജനിച്ച കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു മാനസിക ഇതില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. അല്ലാതെ ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും ഒരു വഴിയിൽ EMI അല്ലെങ്കിൽ കടങ്ങൾ ഉണ്ടാവും. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഹോം ലോൺ എന്നുള്ള നിലയ്ക്ക് ഏകദേശം ഒരു 10,000 രൂപ കൊടുക്കാം. വലിയ വീടുകൾക്കൊക്കെ വേറെ ഉണ്ട്. ഞാൻ ചെറിയ വീടിനെ കുറിച്ച് പറഞ്ഞു 10,000. അതുപോലെ തന്നെ ഒരു വെഹിക്കിൾ 2 വീലർ ആകാം, 4 വീലർ ആകാം. ഞാൻ ആവറേജ് ഒരു 5,000 രൂപ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ്. സാധാരണ ഒരു തലവേദന വന്നാലും പനി വന്നാലും ഒരു ഗുളിക മാത്രം വാങ്ങിച്ചാൽ പോരാ. അവിടെ പോയി പേര് കൊടുത്ത് അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് യൂറിൻ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആവശ്യമില്ലാതെ ചെക്കപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ രീതി. അപ്പോൾ ആവറേജ് ഒരു 5,000 എങ്കിലും ഒരു മാസത്തിൽ നമുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, 1-2 തവണ ഒരു മാസത്തിൽ ഗസ്റ്റ് വന്നു, കുട്ടികളുടെ ഫ്രണ്ടുകൾ വന്നു, അങ്ങനെ പല കാരണങ്ങളാലും ഏകദേശം ഒരു 5,000 രൂപ ആ വകയ്ക്കും ചെലവാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മക്കളെ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വരും, അച്ഛാ എൻ്റെ ഷൂ പൊട്ടി, ചെരുപ്പ് പൊട്ടി, അപ്പൊ അതുപോലെ ഡ്രസ്സ് കീറി, ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ. ഇതെല്ലാം വരുന്ന സമയത്ത് അതിനു വേണ്ടി നമ്മൾ ഒരു മാസത്തിൽ ഒരു ചെറിയൊരു എമൗണ്ട് കണ്ടിരിക്കണം. അങ്ങനെ അതൊരു 5,000 രൂപ. അതുപോലെ തന്നെ ഒരു നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരു ബന്ധുക്കളുടെ മരണം അല്ലെങ്കിൽ ഒരു കല്യാണം, ഇത് എല്ലാ മാസം വരണമെന്നില്ല, എന്നാലും ഞാൻ മന്ത്ലി ആവറേജ് കണക്കാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു എമൗണ്ട് അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനൊരു 5,000 രൂപ. പിന്നെ എല്ലാ വീട്ടിലും സാധാരണക്കാരൻ്റെ എല്ലാ വീട്ടിലും കാണുന്ന ഒരു വിഷയമാണ് ഈ വീക്കിലി ഒരു അടവുകൾ. 18 അടവുകൾ ഉണ്ടാവും ഏകദേശം. ആ 18 അടവുകളും കടന്നിട്ടാണ് നമ്മൾ വരിക. അപ്പൊ അതിലൊരു 1-2 അടവുകളാണ് ഇവിടെ വീക്കിലി നമ്മൾ ഈ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ അയൽക്കൂട്ടം, അതുപോലെ തന്നെ മിനി ഫൈനാൻസുകൾ, അതായത് മൈക്രോ ഫൈനാൻസുകൾ എന്നുള്ള അതുപോലുള്ള കമ്പനികളെല്ലാം ചേർന്നുകൊണ്ട് ഒരു 4-5 വ്യക്തികളെ കൂട്ടി അവർക്കെല്ലാം ലോൺ കൊടുക്കും പോലെ കൊടുത്ത് ആ ഒരു ലോൺ തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ് പിന്നെ അതിന്റെ ടാസ്ക്. വാങ്ങിക്കുമ്പോൾ ഒരു സന്തോഷത്തിൽ വാങ്ങിക്കുകയാണെങ്കിലും തിരിച്ചടയ്ക്കാൻ നമുക്ക് പറ്റില്ല. കാരണം വരുമാനത്തിന്റെ ലിമിറ്റാണ്. അല്ലാതെ അടയ്ക്കേണ്ടെന്നല്ല, കൊടുക്കേണ്ടെന്നല്ല, നമുക്ക് കഴിയാത്തതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അടവുകൾ അത് ഏകദേശം ഒരു 12,000 രൂപയെങ്കിലും 3-4 ഭാഗത്ത് കൊടുക്കാനുണ്ടാവും. അതുപോലെ അത് ഏകദേശം കണക്കാക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഏകദേശം 59,200 രൂപയാണ് വന്നിട്ടുള്ളത്. ഇത് കൂടാതെ വലിയ ബഡ്ജറ്റ് 3 കൂടി ചേർത്താനുണ്ട്. അത് ഞാൻ ചേർത്തില്ല. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം അതൊരു ഹെവി ബഡ്ജറ്റാണ്, അത് ഞാൻ ചേർത്തിട്ടില്ല. കുട്ടികളുടെ മാരേജ് അതും ഒരു വലിയ ബഡ്ജറ്റാണ്, അതും ചേർത്തിട്ടില്ല. ഫാമിലി ടൂർ, എന്തെങ്കിലും ഒരു ടൂർ ഒരു വർഷത്തിൽ ആരും പോകാതിരിക്കില്ല. അപ്പൊ ആ ഒരു ബഡ്ജറ്റ് 3 ചേർത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ഏകദേശം 59,000 സംതിങ് 60,000 കൂട്ടാം. അപ്പൊ ഒരു വ്യക്തി, ആ കുട്ടികളും ഒരു വൈഫും ഹസ്ബൻഡും ഉള്ള ഒരു വീട്ടില് ഏകദേശം
എങ്ങനെ കൂട്ടിയാലും സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു 30,000 രൂപയാണ് ആവറേജ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ 30,000 ആണെങ്കിൽ 60,000 ചെലവ്. 60,000 ചെലവിന് 30,000 വന്നു കഴിഞ്ഞ് ബാക്കി ഓരോ മാസവും ഈ പറഞ്ഞ 30,000 ഷോർട്ടായിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ വേറെ മാർഗത്തിൽ കൂടെ കടം വാങ്ങിക്കൽ, അങ്ങനെ സ്വർണം കൊണ്ട് പണയം വെക്കൽ എന്നുള്ള പല സർക്കസുകൾ നമ്മൾ കാണിക്കും. എന്നിട്ട് അവിടുന്ന് ആ ഒരു മേഖലയിലേക്ക് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കടക്കാരായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ മക്കൾക്ക് ജോലിയാകുക എന്തെങ്കിലുമൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് ഒരു ബാധ്യതയും കൊടുത്തു. അങ്ങനെ ആ ഒരു ബാധ്യത നമ്മളെ വിട്ട് പോകാതെ ജീവിതകാലം മുഴുക്ക നമ്മളൊരു ഷുഗർ പേഷ്യന്റ് മരുന്ന് കഴിക്കുന്ന പോലെ ജീവിതകാലം മുഴുക്ക നമുക്ക് ഈ ഒരു കടം നമ്മൾ വിട്ട് പോകാതെ നിൽക്കുന്നതാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോ ഇതിന്റെ ബാക്കി ആര് തരും എന്നുള്ളതാണ് ചോദ്യം. ആ ഒരു പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഇതിന്റെ പേരിൽ ജീവിതം മുഴുക്കൻ പണിയെടുത്ത് തീരാതെ പ്രശ്നങ്ങളും സമാധാനക്കുറവുകളും എല്ലാം അനുഭവിച്ചു വരുന്ന ഒരു സാധാരണക്കാരായ ജനങ്ങളാണ് നമ്മൾ. അത്തരത്തിലുള്ള ഒരു വ്യക്തികളുടെ ഇടയിൽ ഈ കഴിഞ്ഞ 2019-20 കാലഘട്ടത്താണ് ഏറ്റവും വലിയൊരു സുഹൃത്ത് നമ്മളോടൊപ്പം വരുന്നത്. അതിന്റെ പേരാണ് കൊറോണ. ആ കൊറോണയും കൂടി ഈ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഈ സമയത്താണ് കൊറോണ എന്നുള്ള ഒരു മഹത്തായ സംഭവം നമ്മളെ സഹായിക്കാൻ വരുന്നത്. ആൾറെഡി നമ്മൾ ഈ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് വലിഞ്ഞു കിടക്കുന്ന വ്യക്തിക്ക് കൊറോണ എന്നുള്ള ഒരു സംഭവം കൂടെ വന്നതോടുകൂടി സാധാരണ കടകൾ, ഞങ്ങളൊരു കടയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ജോലി ഉണ്ടായിരുന്നു, ആ കട അടയ്ക്കേണ്ട വന്ന് ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ മക്കളുടെ വിദ്യാഭ്യാസങ്ങളെല്ലാം മുടങ്ങിയാലും ഫീസ് കൊടുക്കേണ്ടി വരും. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും വീട്ടിലിരുന്നാലും ഫീസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. ആരെല്ലാം കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാനുള്ള പല ചിന്തകളും പലതവണയും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ആഫ്റ്റർ കൊറോണ ബിഫോർ കൊറോണ ആണ്. ബിഫോർ കൊറോണ നമുക്ക് ഏകദേശം കടിച്ചു പിടിച്ച് ജീവിക്കാൻ പറ്റുമായിരുന്നു. ആഫ്റ്റർ കൊറോണ ജീവിക്കാൻ വഴിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനും, അതുപോലെ തന്നെ എന്താണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഒരു വഴി കാട്ടാൻ ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു നമ്മളെല്ലാവരും. അടുത്തത്, സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്കൊരു വേറെ ഒരു ചെറിയ കുറച്ച് കടം വാങ്ങിച്ചിട്ടെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാം എന്നുള്ള നിലയ്ക്ക് പല ഭാഗത്തുനിന്നും കടം വാങ്ങിച്ചിട്ടും സ്വർണം പണയം വെച്ചിട്ടും പല രീതിക്കും ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങി. അതിൽ കൂടെ നമുക്ക് പരിചയമുള്ള കുറച്ച് മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെ അതിൽ മാനേജ്മെന്റായി നിർത്തിക്കൊണ്ട് ഒരു വാടക കെട്ടിടം എടുത്ത് അതിന്റെ തുടക്കം കുറച്ച് കാലം പോകുന്ന സമയത്ത് ആ ഒരു സംരംഭവും തോൽവിയിലേക്ക് നയിക്കുന്ന സമയത്താണ് മാനസികമായിട്ട് മൊത്തം തകർന്നു പോണത്. അപ്പൊ അത്തരത്തിലുള്ള തകർച്ച വരുന്ന സമയത്ത് ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കാലഘട്ടത്ത് അനുഭവിക്കുന്ന സമയത്താണ് പല വ്യക്തികളും പറയും നമുക്ക് MLM ഉണ്ട്, MLM-ത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കാശുണ്ടാക്കാന്ന് പറയും. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ചെയ്ത തൊഴിലെല്ലാം തോൽവിയിൽ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പണക്കാരാകാനുള്ള ഒരു മാർഗമാണ് MLM എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കൾ പറയും. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അതിനും കുറച്ച് പൈസ പല ഭാഗത്തുനിന്ന് കടം പിടുങ്ങിക്കൊണ്ട് കുറച്ച് കോയിൻ ഉണ്ട്, ഡോളർ ഉണ്ട്, കോയിൻ വരും, ഡോളർ വരും എന്നെല്ലാം പല കണക്കൂട്ടലെല്ലാം കൊടുത്ത് ഒരു പ്രോഡക്റ്റിന്റെ ബേസ് കമ്പനി ആണെങ്കിലും എന്തെല്ലാമോ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മളെ കാണാൻ വരുന്ന വ്യക്തികൾ പറയും എനിക്ക് ഒരു വർഷം കൊണ്ട് 50,000 കിട്ടി, 1 ലക്ഷം കിട്ടി എന്നൊക്കെ പറഞ്ഞ് കഥ പറയുന്ന സമയത്ത് അതിൽ നമ്മൾ വീണുപോകും. അപ്പൊ നമുക്കും നാളേക്ക് ഇതുപോലെ വലിയ വലിയ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയോടുകൂടെ നമുക്ക് പരിചയപ്പെട്ടതും സ്വന്തക്കാരും കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാവരും വാരി വലിച്ച് അതിൽ ചേർത്തി കുറച്ച് കഴിയുന്ന സമയത്താണ് നമ്മൾ എന്തിനാണോ ചേർത്തിയത്, ബിസിനസ് ആണെങ്കിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയ ആ ഒരു അവസ്ഥയിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു പാഠം കിട്ടും. നമ്മൾ ഡോളറിന് വേണ്ടി ചേർത്തി, ഡോളർ കമ്പനി, കോയിൻ കമ്പനി,
ആ ഒരു ആ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനികൾ കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ഡോളറുമില്ല, കോയിനുമില്ല, കമ്പനിയുമില്ല. ആ സമയത്ത് ഈ നമ്മള് കമ്പനി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നാൽ നമ്മൾ ചേർപ്പിച്ച ആൾക്കാർ നമ്മളെ വിടില്ല. അങ്ങനെ അവരെ കൊണ്ടുള്ള മനസ്സുമുട്ട് ഇതെങ്ങനെയെങ്കിലും നമുക്ക് അവർക്ക് സോൾവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്, എന്ത് ചെയ്യണം എന്നുള്ള ആകെ പ്രശ്നത്തിലാകും. ആ കോയിനും ഡോളറും കിട്ടുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കുറെ മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിയത്. അതെല്ലാം കിട്ടാതെയായി. അങ്ങനെ എല്ലാം കിട്ടാതെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്ക് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ ഡോളറില്ല, കോയിനില്ല, കമ്പനിയില്ല, കൊണ്ടുവന്ന വ്യക്തിയോ ആ വ്യക്തിയെയും ഫോൺ എടുക്കില്ല. അപ്പൊ നമ്മൾ കുടുങ്ങി മൊത്തത്തിൽ. ഈ ഒരു അവസ്ഥയിൽ ഒരു MLM-നെ കുറിച്ച് ഏത് വ്യക്തിയോട് ചോദിച്ചാലും ഒറ്റ വാക്ക് പറയും. MLM ആണെങ്കിൽ ഉറപ്പായിട്ടും പറയും, നെഗറ്റീവായിട്ടേ പറയുള്ളൂ. കാരണം നമ്മളിപ്പോ ഈ ബയോട്ടോർ എന്നുള്ള കമ്പനിയെ കുറിച്ച് ചേർത്താൻ പോണ സമയത്ത് കാണുന്ന വ്യക്തികളുടെ മാനസിക അവസ്ഥ ഇതായിരിക്കും. കാരണം എല്ലാവരുടെയും പെട്ട് ആ ഒരു കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അത്തരത്തിലുള്ള ഒരു മെമ്പേഴ്സിന്റെ ഇടയിൽ നമ്മൾ ബയോട്ടോറിയം പറഞ്ഞ് പോകുമ്പോൾ ഉള്ള അനുഭവമാണ് ഞാനിത് പറഞ്ഞു തന്നേ ഉള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് തിരിച്ചറിയേണ്ട കാര്യം, ഒരു MLM കമ്പനി നമുക്ക് എന്താണ് MLM എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താണ് MLM-ന്റെ തെറ്റായ രീതി, മണി ചെയിൻ അതുപോലുള്ള കമ്പനികൾ, ഇത് രണ്ടിന്റെയും നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് എന്താണ് നല്ല കമ്പനി, ഏതാണ് നമുക്ക് ചെയ്യേണ്ട കമ്പനി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് അന്വേഷിക്കുമ്പോൾ കമ്പനി നന്നായിരിക്കണം. കമ്പനി ഏതാണ് കമ്പനി നന്നായിരിക്കണം. കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ച് മനസ്സിലാക്കണം. കമ്പനി ഏതാണോ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, ആ മാർക്കറ്റിംഗ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്കെല്ലാം ഉപകാരപ്രദമാണെന്നോ അന്വേഷിക്കണം. അതുപോലെ തന്നെ ആ കമ്പനിയുടെ മാനേജ്മെന്റ് നന്നായിരിക്കണം, മാർക്കറ്റിംഗ് സിസ്റ്റം നന്നായിരിക്കണം, അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നന്നായിരിക്കണം. അതേപോലെ തന്നെ ഇൻകം പ്ലാന് ഈ പ്ലാനുകളെല്ലാം കൊടുക്കാൻ പറ്റുന്നതാണോ, ഇല്ല നമുക്കത് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചാൽ അതിൽ നമുക്ക് ഇൻകം കിട്ടാൻ ചാൻസ് ഉള്ളതാണോ എന്നുള്ളത് തിരിച്ചറിയണം. അങ്ങനെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം, കമ്പനി നമ്മളെ പഠിപ്പിക്കണം. കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ മാർക്കറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചും പ്രോഡക്റ്റ് നോളജിനെ കുറിച്ചും എല്ലാം പഠിപ്പിക്കാൻ തയ്യാറുള്ള ഒരു കമ്പനിയുമായിരിക്കണം. ഇതിലെല്ലാം അപ്പുറം നല്ല ലീഡേഴ്സും കൂടി വേണം. ഇങ്ങനെയുള്ള ഒരു കമ്പനിയെ തെരഞ്ഞു നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത കാലത്ത് ഏത് കമ്പനി നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ ആ ഒരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒത്തു വന്ന ഒരു കമ്പനിയുടെ പേര് നമുക്ക് പറയണമെങ്കിൽ ഇന്ന് ബയോട്ടോറിയം അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് നെഞ്ചോട് ചേർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ബയോട്ടോറിയം കമ്പനിയാണ് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കിയത്. കാരണം എൻ്റെ 28 വർഷം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരു കമ്പനിയിൽ പ്രോഡക്റ്റ് വളരെ നല്ല കമ്പനി ആയിരിക്കും, ഇന്റർനാഷണൽ കമ്പനി ആയിരിക്കും, അതിലെ മാർക്കറ്റിംഗ് സിസ്റ്റം സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ മാർക്കറ്റിംഗ് സിസ്റ്റം നന്നായിട്ടുണ്ടെങ്കിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കാനൊരു സിസ്റ്റം അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രോഡക്റ്റിൽ നമുക്ക് സാധാരണക്കാരുടെ വീട്ടുകളിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. ഞാനിപ്പോ ആംബെ എന്നുള്ള കമ്പനി, ഞാൻ പേരെടുത്ത് പറയാം, ആംബെ എന്നുള്ള കമ്പനി വളരെ നല്ല കമ്പനിയാണ്, നല്ല പ്രോഡക്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ ആ മാർക്കറ്റിംഗ് സിസ്റ്റം നമ്മളുടെ സാധാരണക്കാർക്ക് പറ്റില്ല. കാരണം ഞാനത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ വീട്ടില് തറ സാധാരണ തറയായിരുന്നു, അതായത് ഈ ടൈലും മാർബിൾ അങ്ങനെ ഒന്നും ഇല്ലാത്ത തറയായിരുന്നു. അവർ കൊടുക്കുന്നത് തറ തുടയ്ക്കാനുള്ളതാണ്. അതുപോലെ കാറോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു അവർ കാർ വാഷ് കൊടുക്കുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് എന്താണോ വേണ്ടാത്തത് ആ പ്രോഡക്റ്റ് കൃത്യമായിട്ട് അവരെത്തിക്കും. അത് നമ്മൾ കട്ടിലിന്റെ അടിയിൽ വെച്ചുകൊണ്ട് ഏകദേശം ഒരു 5000-10,000 മുടക്കിക്കൊണ്ട് ഞാൻ നാളേക്ക് കോടീശ്വരനാകുന്നുള്ള നിലയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുപോലെ ഒരുപാട് കമ്പനികൾ, അതുപോലെ തന്നെ ഫണ്ട് കമ്പനികളായാലും മറ്റുള്ള കമ്പനികളായാലും ഒരുപാട് വ്യക്തികളെ നമ്മൾ ചേർത്താനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നെന്ന് ഒരുപാട് കാലം കാത്തിരുന്ന് അനുഭവപ്പെട്ട ഒരു അനുഭവങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് ഇന്ന് വളരെ നല്ല രീതിക്ക്, അതായത് പ്രത്യേകിച്ച് പറഞ്ഞ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അത് പരിചയപ്പെടുത്തിയ വ്യക്തിയും ഡോക്ടർ സാഗർ ജോഷി എന്നുള്ള വ്യക്തി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എല്ലാ കമ്പനികളും മറ്റുള്ള കമ്പനികളുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചിന്തിച്ച് ആ കമ്പനികളുടെ മറ്റുള്ളവരിൽ നിന്ന് സോഫ്റ്റ്വെയർ സംഘടിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ തന്നെ സ്വന്തം കമ്പനി സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ MD നാനോ ടെക്നോളജി എന്നുള്ള ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ്. അതുപോലെ മാഗ്നറ്റ് തെറപ്പി എന്നുള്ള വിഷയം
ഇതിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ്. ഇങ്ങനെ 16-17 വർഷമായിട്ട് അതിശക്തമായിട്ട് ഒരു കമ്പനി നയിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ സാഗർ ജോഷി. അദ്ദേഹത്തോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, കമ്പനിയോടുള്ള കമ്മിറ്റ്മെന്റും അദ്ദേഹത്തിന്റെ ആ നോളജും അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു വിപുലമായ ഒരു പ്ലാനുമാണ് ഇന്ന് ഇത്രയും ലക്ഷം മെമ്പേഴ്സ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനിടയായത്. അപ്പോൾ അതിലൊരു നമുക്ക് നന്ദി പറയേണ്ടത് കൊറോണയ്ക്കും കൂടിയാണ്. കാരണം കൊറോണ വന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ അറിയില്ല ഈ പ്രോഡക്റ്റ് ഉള്ളത്. കേരളത്തിൽ പ്രത്യേകിച്ച് അറിയില്ല, ബാക്കി നോർത്ത് ഇന്ത്യയിലൊക്കെ അറിയുമായിരിക്കും. നമുക്ക് ദൈവം ഒരു വഴി അടച്ചാൽ ആ പല വഴി തുറക്കും എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് എല്ലാ വഴികളും അടഞ്ഞ സമയത്ത് ഈ ബയോട്ടോറിൽ നിന്നുള്ള ഈ വഴി നമുക്ക് തുറന്നു കൊടുത്തത്. അത്തരത്തിലുള്ള ഒരു വഴി തുറക്കാൻ ദൈവത്തിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം കൊറോണ വന്നത്. അപ്പൊ അത് നമുക്ക് ഈ ഒരു പ്രോഗ്രാം അറിയാനും മനസ്സിലാക്കാനും ഇതിൽ നമ്മൾ പ്രവർത്തിക്കാനും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനും നമ്മളിലൂടെ പല വ്യക്തികൾക്കും ഈ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് സൗഖ്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കാരണം ദൈവത്തിന്റെ ഒരു തീരുമാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഈ പ്രോഡക്റ്റ് ആണ് നല്ലത് മനസ്സിലായി. അത്തരത്തിലുള്ള ഒരു മഹത്തായ പ്രോഡക്റ്റ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ആ തന്നിട്ടുള്ള സിസ്റ്റം ആണെങ്കിലോ വളരെ വ്യത്യസ്തമായ സിസ്റ്റം. സാധാരണ നമ്മളൊരു സിസ്റ്റം ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്ന ആ ഒരു സിസ്റ്റം അല്ല. നമ്മൾ ജീവിതകാലം മുഴുവനും കണ്ടിട്ടുള്ളതും നമ്മുടെ പാരമ്പര്യമായിട്ട് നടന്നു വന്ന ആ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ലേറ്റസ്റ്റ് മോഡലിൽ വന്നിട്ടുള്ള ആ സിസ്റ്റമാണ്. തുടക്കത്തിൽ മനുഷ്യന്മാർ ജനിച്ച സമയത്ത് തന്നെ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റുകൾ കൈമാറുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് കുറച്ച് കേട്ടിട്ടുണ്ട്. ഈ തേങ്ങ ഉള്ള വീട്ടിൽ നിന്ന് തേങ്ങ കൊണ്ട് ഒരു ഭാഗത്ത് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ അവർ അരി ഇങ്ങനെ തരും. അങ്ങനെ പല പ്രോഡക്റ്റുകളും കൈമാറി. ചിലപ്പോൾ നെല്ലുള്ള വീട്ടിൽ നിന്ന് നെല്ല് കൊണ്ട് കൊടുക്കും. ഇപ്പൊ ഞാനടക്കം ഞങ്ങളൊരു ചെറിയ കടയുണ്ടായിരുന്നു. അതിൽ എൻ്റെ അച്ഛൻ്റെ സമയത്ത് നെല്ല് കൊണ്ട് തരും. ഞങ്ങൾ അവിടെ നിന്ന് അരി കൊടുക്കും, അല്ലെങ്കിൽ ഉപ്പ് കൊടുക്കും. ഇങ്ങനെ മാറി മാറി കൊടുക്കുന്ന ഒരു ബാർട്ടർ സിസ്റ്റത്തിന്റെ ഒരു പാർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പതുക്കെ വന്നു. കോയിൻ സിസ്റ്റം വന്നു. കോയിനുകളായിരുന്നു. പിന്നെ ഗോൾഡ് കോയിൻ, അതിന്റെ മുമ്പ് രാജാക്കന്മാരുടെ കാലത്തൊക്കെയാണ് ഗോൾഡ് കോയിൻ, അതുപോലെ തന്നെ സിൽവർ കോയിൻ, അങ്ങനെയൊക്കെ വന്നു. ഇന്ന് കോയിനും അതുപോലെ തന്നെ നോട്ടുകളും വന്നു. അവിടെ നിന്ന് പിന്നീട് റുപ്പീസ് വന്നു, ചെക്കുകൾ വന്നു. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ATM കാർഡ്, ATM ബൂത്തുകൾ വന്നു. അതിനുശേഷം മണി ട്രാൻസാക്ഷൻ വന്നു. അങ്ങനെ ഇന്ന് ഏകദേശം എല്ലാ വ്യക്തികളും ഒരു ഫോണിന്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ കോടികൾ ടേൺ ഓവർ ചെയ്യുന്ന ഒരു സിസ്റ്റം, ഡിജിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ സയൻസിന്റെ വളർച്ച നമ്മൾ അനുഭവിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു കാർഡില്ലാതെ തന്നെ പൈസ വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം വന്നു. ഡിജിറ്റൽ കോയിൻ സിസ്റ്റം, ബിറ്റ് കോയിൻ സിസ്റ്റം, AI ടെക്നോളജി, ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ടെക്നോളജി വന്നു. ഈ സിസ്റ്റങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം നമുക്ക് വളരെ വിപുലമായി ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് ബയോട്ടോറിയം ആണെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആയാലും ഏത് കമ്പനി ആയാലും നമുക്ക് ആ ഒരു സിസ്റ്റത്തെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏകദേശം ഒരു സിസ്റ്റം തുടങ്ങി തന്നെ. ഞാൻ അതിനെക്കുറിച്ച് 2 വാക്കുകൾ പറയാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള മഹത്തായ സിസ്റ്റം തുടങ്ങിയത് ഏകദേശം 1934 സമയത്താണ് തുടങ്ങിയത്. ആ ഒരു തുടക്കം തന്നെ ഒരു യുദ്ധകാലത്തിന്റെ ഇടയ്ക്ക് ഈ പ്രോഡക്റ്റുകൾ കൃത്യമായിട്ട് കടകളിൽ എത്താത്ത ഒരു സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു തുടക്കമായിരുന്നു അത് തുടങ്ങി. അതിനുശേഷം ഇതൊരു സിസ്റ്റമായിട്ട് അംഗീകരിക്കുകയും അതിലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള സിസ്റ്റമായിട്ട് അംഗീകരിച്ച് പല വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 90 ശേഷമാണ് നമുക്ക് ഈ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇതിന്റെ ടെക്നോളജിന്റെ വളർച്ചയുടെ കുറവ് കാരണമാണ് 90 സമയത്ത് നമ്മളത് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അതിനുശേഷം അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൽ ഞാനൊരു പറയാനുള്ള 2 കാര്യങ്ങൾ. സാധാരണ ബിസിനസ് എന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്നും കിട്ടുന്ന ആ ഒരു അനുഭവങ്ങളും പ്രശ്നങ്ങളും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അതായത് നമ്മുടെ കമ്പനി പ്രോഡക്റ്റ്, നമ്മുടെ കമ്പനി പോലെ മറ്റുള്ള ഏത് കമ്പനി ആയാലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള കമ്പനി ചെയ്യുന്നതും മറ്റുള്ള കമ്പനി ചെയ്യുന്നതും ഒരു കമ്പാരിസൺ ചെയ്യാം. അതായത് ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനി ഒന്നെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എവിടെ ആകാം, ബോംബെ തന്നെ ആകാം. ബോംബെയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ആകണമെങ്കിൽ ഇന്ത്യ മുഴുവനും കൈകാര്യം ചെയ്യുന്ന ഒരു സോണൽ അല്ലെങ്കിൽ C&F ഏജന്റ് മുഖേനയാണ് ഈ പ്രോഡക്റ്റുകൾ അവർ കൈമാറുക. അതിൽ അവർ ബൾക്ക് എമൗണ്ട് മുടക്കിക്കൊണ്ട് അതിന് സിസ്റ്റങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓരോ സോണിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് ബേസിലും ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യും. അതിനുശേഷം ജില്ലാതലത്തിലുള്ള ഫ്രാഞ്ചൈസികളും സ്റ്റോക്കിസ്റ്റുകളും ഉണ്ടാവും.
അവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാദേശികമായ ഒരു താലൂക്ക് തലത്തിലുള്ള സപ്ലൈ, പിന്നെ റീറ്റെയിൽ, അങ്ങനെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇത് സാധാരണ റീറ്റെയിൽ സിസ്റ്റങ്ങൾ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കമ്പനി നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് ബോംബെയിൽ തന്നെ വെക്കാം. ബോംബെയിൽ നിന്ന് നിർമ്മിക്കുന്ന കമ്പനി ഇന്ന് കേരളത്തില് പാലക്കാടായാലും ശരി, കോഴിക്കോടായാലും ശരി, തിരുവനന്തപുരം ആയാലും ശരി, ഏത് ജില്ലയിലും ഏത് സ്ഥലത്തായാലും ഈ പ്രോഡക്റ്റ് ഒരിടത്തട്ടുകാരുമില്ലാതെ ഒരു പരസ്യമില്ലാതെ നമുക്ക് എത്തിച്ചേർന്ന ആ ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം. അപ്പൊ ആ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഇടത്തട്ടുകാരെയും പരസ്യക്കാരെയും മാറ്റിക്കൊണ്ട്, അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് വന്നത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി അതിലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പരസ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ ഓരോ പരസ്യത്തിനും ഓരോ വ്യക്തികളായിരിക്കും. ബൂസ്റ്റ് ആണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറെ കൊണ്ട് ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയിപ്പിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബൂസ്റ്റ് ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ടാകില്ല പോലും. അദ്ദേഹം അതിന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വായിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഐശ്വര്യമായി ഒരു സോപ്പിന്റെ പരസ്യം, ആ സോപ്പ് ജീവിതത്തിൽ അവർ തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ഒരു സോപ്പിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോടികൾ കൊടുക്കും. ഈ കൊടുത്ത എമൗണ്ട് എല്ലാം വാങ്ങിക്കുന്നത് നമ്മളെ പോലെ സാധാരണക്കാരായ വ്യക്തികളിൽ നിന്നാണ്, ആ സോപ്പിന്റെ വില കൂട്ടിക്കൊണ്ട്. ഇതാണ് അതിൽ പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ ഈ കമ്പനി തീരുമാനമെടുത്ത് ഇതുമാതിരി ഒരുപാട് കമ്പനികൾ ചെയ്തിട്ടുള്ളത്. ആ കമ്പനിക്കും നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു വ്യത്യാസം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് വലിയ വലിയ CNF ഏജന്റ് ആയാലും അതുപോലെ തന്നെ വലിയ സ്റ്റേറ്റ് ലെവൽ ഏജൻസി ആയാലും ഗോഡൌണുകളും മറ്റ് ലേബേഴ്സും അതിന്റെ വാഹനങ്ങളും എല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതേസമയം നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണെങ്കിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സീറോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അതിന്റെ ആ ഒരു നെക്സ്റ്റ് ലെവൽ, അതായത് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചു, അത് നന്നായിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പറഞ്ഞു കൊടുത്ത ഒറ്റ കാരണം കൊണ്ടാണ് നമുക്കിതിൽ ഈ ഇൻകം വരിക. അതിൽ ചില സിസ്റ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് കമ്പനി. അതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സണാണ് ഉണ്ടാകേണ്ടത്. അവർക്ക് ഒരു പ്രത്യേക ഓഫീസ് വേണം, അതുപോലെ തന്നെ ലേബർ വേണം, വലിയൊരു ക്യാപിറ്റൽ വേണം, അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം വേണം. എന്നാൽ നമുക്ക് ഒരു ഓഫീസിന്റെ ആവശ്യമില്ല. ഒരു ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ നോളജും നമുക്ക് മതി. അതിന് അത്രയ്ക്കും മാത്രം ഇതിലേക്ക് മതി. ലേബേഴ്സിന്റെയോ അതുപോലെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ടൈം ഫ്രീഡം, നമ്മൾ ഏത് സമയത്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം ആ ബിസിനസ്സും അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട ആ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടൊരു നോളജ് ഉണ്ടാവും. ആ ഒരു 5 to 8 to 5 അങ്ങനെ എന്തെങ്കിലും ഒരു സമയം ഉണ്ടാവും. രാവിലെ 8 or 9 മണിക്ക് തുടങ്ങി 5 മണി മുതൽ ആ സമയത്താണ് വർക്കിംഗ് ടൈം എന്നുള്ള ഒരു ടൈം ഉണ്ടാവും. ആ ടൈമാണ് ട്രഡീഷണൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജോലിയുടെ സിസ്റ്റത്തിലും കാണുന്നത്. എന്നാൽ നമുക്കൊരു സമയമില്ല. നമുക്ക് ചില സമയത്ത് ചില ടീമുകൾ രാത്രി 12 മണിക്കൊക്കെയാണ് ഇതിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും അതിന് ക്ലോസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനും വരുന്നത്. അപ്പൊ ടൈം ലിമിറ്റ് അവിടെ ഇല്ല. അതുപോലെ തന്നെ ഏരിയ ലിമിറ്റ്. ഇപ്പൊ ഒരു ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി ആണെങ്കിൽ ആ ജില്ല വിട്ട് അപ്പുറത്ത് കടക്കാൻ പറ്റില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഏരിയ വൈസ് ഫ്രാഞ്ചൈസി ആണെങ്കിൽ ആ ഏരിയ കടന്നിട്ട് പോകാൻ അവർക്ക് പെർമിഷൻ ഇല്ല. ആ ഏരിയയിൽ അകത്ത് നിൽക്കുന്ന ആ ബിസിനസ് അല്ലെങ്കിൽ അവിടത്തെ നിൽക്കുന്ന കോൺട്രാക്റ്റിൽ മാത്രമേ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ. അതേസമയം നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് അൺലിമിറ്റഡ് ഏരിയ ലിമിറ്റ് എന്ന്. എവിടെ ലിമിറ്റ് ഇല്ല. നമ്മളിപ്പോ ഇവിടെ കേരളത്തിലുള്ള ഒരു വ്യക്തിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകാം, നോർത്ത് ഇന്ത്യയിൽ ഫോൺ വിളിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാം, ഫോൺ വിളിച്ചുകൊണ്ട് ഒരു ക്യാൻവാസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ആ പൈസ അടപ്പിക്കാം. അതിനുശേഷം പ്രോഡക്റ്റ് കമ്പനി അവർക്ക് അയച്ചു കൊടുക്കും. അത്തരത്തിലുള്ള ഒരു ഏരിയ ലിമിറ്റ് ഇല്ലാതെ നമുക്ക് കേരളവും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ലോകത്ത് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ സപ്പോർട്ടിങ്, ഈ ഒരു മേഖലയിൽ മാത്രമാണ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉള്ളത്. മറ്റേ രീതിക്ക് ഒരു ഫ്രാഞ്ചൈസി എടുത്ത ഏരിയയിൽ മറ്റുള്ള ഫ്രാഞ്ചൈസി കടക്കാൻ പറ്റില്ല. ആ മറ്റുള്ള ഫ്രാഞ്ചൈസിക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ വേറെ ഫ്രാഞ്ചൈസി പറഞ്ഞു കൊടുക്കില്ല. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആൾക്ക് കൂടുതൽ കച്ചവടം നടക്കും, അപ്പൊ അതിന്റെ ബിസിനസ് കൂടുതൽ നടക്കും. അത് കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. എന്നാൽ നെറ്റ്വർക്കിൽ
നമ്മളോടൊപ്പം വരുന്ന വ്യക്തികൾക്ക് നമ്മളെക്കാളും ഉയർന്നു വരാനും നമ്മളെക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയുള്ള ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം നമ്മളോടൊപ്പം നിൽക്കുന്ന വ്യക്തികൾ ഉയർന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും. നമ്മൾ ചേർപ്പിച്ച രണ്ട് വ്യക്തികൾ സിസ്റ്റം, പല സിസ്റ്റങ്ങളുണ്ട്. ബൈനറി സിസ്റ്റത്തില് രണ്ട് വ്യക്തികൾക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുത്ത് ആ ഒരു രണ്ട് വ്യക്തികൾ നല്ല രീതിക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഇൻകം വരുന്ന ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം. അങ്ങനെ ഒരു തരത്തിലുള്ള ഏരിയ ലിമിറ്റും ഇല്ലാതെ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ സപ്പോർട്ടിങ്, നമ്മുടെ ലീഡേഴ്സ് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഫീൽഡ് വർക്കിന് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ BOP, NDOP, ലീഡേഴ്സ് ട്രെയിനിങ്, അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ട്രെയിനിങ്, 2 day 1 day ക്യാമ്പുകൾ എന്നുള്ള പലതരത്തിലുള്ള ട്രെയിനിങ് ക്യാമ്പുകളും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൂം മീറ്റിംഗ്, ഗൂഗിൾ മീറ്റ്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു ഏകദേശം 580 ദിവസമായിട്ട് ഈ ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ മാത്രം ടീം മാഗ്നറ്റ് എന്നുള്ള പേരിൽ അത് സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് അത് നിർത്തിവെച്ചിട്ടുണ്ട്. വീണ്ടും ഈ ആഴ്ചയിൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ എല്ലാവരെയും പല ഭാഗത്ത്, ഇപ്പൊ ഇന്നിപ്പോ ആലപ്പുഴയിലുള്ള വ്യക്തികളും തിരുവനന്തപുരത്തുള്ള വ്യക്തികളും കോഴിക്കോടുള്ള വ്യക്തികളും മഞ്ചേരിയിലുള്ള വ്യക്തികളും പാലക്കാട്ടുകാരും മഹാരാഷ്ട്രയും ഗുജറാത്തും പല വ്യക്തികളും ഒരു ഭാഗത്ത് ഒരു റൂമിനകത്തിരുന്ന് ഡിസ്കസ് ചെയ്യും പോലെയുള്ള അവസ്ഥയിൽ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയൊരു ഭാഗം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയുടെ വളർച്ചയാണ് എന്ന് പറയാനുള്ളത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്കെല്ലാം ഒത്തു വന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ അറിയണം. ഉപയോഗിച്ചുകൊണ്ട് ഈ എന്താണോ നമുക്ക് ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഓരോ ദിവസം നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു റൂമിൽ ഇരുന്ന് ചർച്ച ചെയ്യും പോലെ ഇത്രയും മെമ്പേഴ്സ്, ഏകദേശം ഇപ്പൊ 140 മെമ്പേഴ്സ് ഉണ്ട്. 140 മെമ്പേഴ്സ്, ചില ദിവസങ്ങളിൽ 300 മെമ്പേഴ്സിൽ കൂടുതൽ, ചില ദിവസം 1000 മെമ്പേഴ്സിൽ കൂടുതൽ ഒരു കൊടക്കീഴിൽ അണിനിരന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ആ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ അതിലൂടെ ഓരോ ദിവസവും നമുക്ക് ഈ 6 മണിക്കുള്ള ആ സെഷനിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ മൈൻഡ് ഉറങ്ങി എണീറ്റ ഉടനെ ഒന്ന് ഫ്രഷായി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു 2-3 വാക്കുകൾ, ഓരോ വാക്കുകളും ഇപ്പൊ ഞാൻ പറഞ്ഞതോ അതുപോലെ തന്നെ ഏകദേശം 100 കണക്കിന് ലീഡേഴ്സ് 100 കണക്കിന് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഓരോ അറിവും ചെറുതല്ല. ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ചിലപ്പോൾ അത് ഒന്നുമല്ലെങ്കിൽ അതിൽ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് ക്ലിക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഏതൊരു വ്യക്തിയുടെ അറിവും ചെറുതല്ല. എല്ലാ അറിവുകളും നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അറിവായിട്ട് മാറും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ഗൂഗിൾ മീറ്റും സൂം മീറ്റും നിർബന്ധമായിട്ട് നമ്മളോടൊപ്പം ഉള്ള സുഹൃത്തുക്കളും പങ്കെടുത്തുകൊണ്ട് അതിൽ ഒന്ന് സംസാരിക്കാൻ പഠിക്കുക. നമുക്ക് സംസാരിക്കുന്നത് കേൾക്കാൻ പഠിക്കുക, അതിന് നോട്ട് ചെയ്യാൻ പഠിക്കുക, അങ്ങനെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക, അത് മനസ്സിലാക്കുക, പഠിക്കുക, പഠിപ്പിക്കുക. ഇതാണ് ഇതിന്റെ മെയിൻ വിഷയങ്ങൾ. അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തരുന്ന കമ്പനിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ കമ്പനി നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലീഡേഴ്സ് എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള ലീഡേഴ്സാണ്. നമുക്ക് ഓരോ ദിവസം തരുന്ന ഓരോ അറിവുകളും ഓരോ എക്സ്പീരിയൻസുകളും ഓരോ വ്യക്തികളുടെ അനുഭവങ്ങളും നമുക്ക് കിട്ടുന്നത് വലിയ വലിയ ഒരു നേട്ടങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു ടൈം ഫ്രീഡം. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ടൈം ലിമിറ്റ് എല്ലാ സമയത്തും ബിസി ആയിരിക്കും. നമുക്ക് ഫാമിലിയോടോ മക്കളോടൊപ്പം ചെലവഴിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഒരു യാത്ര ചെയ്യാനോ ഒരു തരത്തിലും സമയം ഉണ്ടാകില്ല. എന്നാൽ ഈ കമ്പനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു ടൂർ പാക്കേജുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, പണം ഉണ്ടാക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ആരോഗ്യം സംരക്ഷിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ടൈം ഫ്രീഡം, ഹെൽത്ത് ഫ്രീഡം, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ എൻജോയ്മെന്റും. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, ഇനി അടുത്തൊരു ജന്മം ഉണ്ടാകുന്ന നമുക്കൊന്നും വിശ്വാസമില്ല. അത്തരത്തിലുള്ള ഒരു സമയത്ത് നമ്മൾ ജീവിതം ഏകദേശം പ്രായമാകുന്നവരെ പണിയെടുക്കുകയും അതിനുശേഷം ആ പണിയെടുത്ത പണം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ട് ആ പ്രായമായ സമയത്ത് മൊത്തം ഹോസ്പിറ്റലിൽ ചെലവായിട്ട് ജീവിക്കുന്ന ആ ഒരു ഇത് മാറിക്കൊണ്ട് നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതം ഈ പറഞ്ഞ ജോലിയോടൊപ്പം ബിസിനസ്സോടൊപ്പം ജീവിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് കിട്ടുന്ന സമയം എൻജോയ്മെന്റും, ചിരിക്കാൻ സമയം കിട്ടിയാൽ ചിരിക്കണം, അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ സമയം കിട്ടിയാൽ എൻജോയ് ചെയ്യണം. അതുപോലെ നമ്മളെ കുടുംബത്തോടൊപ്പം മാക്സിമം സമയം കണ്ടെത്താനും ആ കുടുംബത്തോടൊപ്പം ജീവിക്കാനും നമ്മൾ മനസ്സിലാക്കണം. ഇത് തയ്യാറായിക്കൊണ്ട് ആ ഒരു എൻജോയ്മെന്റ് ഉപയോഗിക്കണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിലൊരു ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള സിസ്റ്റത്തിലാണെങ്കിൽ ജോലിയോ ബിസിനസ്സോ മറ്റതാണെങ്കിൽ ഈ ഒരു ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബിസിനസ് നടക്കുന്ന സമയത്ത് മാത്രമാണ് അതിൽ ഇൻകം കിട്ടുക. ഇതിൽ നമ്മളൊരു വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്തുകൊണ്ട് ആ ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും നമ്മളോടൊപ്പം വന്ന മെമ്പേഴ്സിന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട്
ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ടീമിന് വേണ്ട നിർദ്ദേശങ്ങളും എഡ്യൂക്കേഷനും കൊടുത്തുകൊണ്ട് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ആ ടീമിനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ആ ടീം ഒരു നിശ്ചിത സമയത്തിന് ശേഷം സ്വന്തം ചലിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പാസീവ് ഇൻകം എന്നുള്ള ഒരു സിസ്റ്റം കൂടെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അത് മറ്റുള്ള ഏത് മേഖലയിലും കിട്ടാത്ത ഒരു സിസ്റ്റമാണ് പാസീവ് ഇൻകം. ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കമ്പനികളിൽ വലിയ വലിയ ലീഡേഴ്സ് ഒരു കാലഘട്ടത്തിന് ശേഷം മരണപ്പെടുകയും അവരില്ലാത്ത സമയത്ത് ആ കുടുംബത്തിലേക്ക് ലക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആഴ്ചയിൽ ലക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ഞാൻ അറിയുന്ന കമ്പനികളുണ്ട്. എനിക്ക് പരിചയമുള്ള കുറച്ച് ലീഡേഴ്സ് ഇതെന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇതെന്നല്ല, മറ്റുള്ള ഞാൻ പണ്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു കമ്പനിയിൽ ഏകദേശം 1 ലക്ഷം അല്ലെങ്കിൽ 2-3 ലക്ഷം ആഴ്ചയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലിക്ക് ആ എമൗണ്ട് കൃത്യമായിട്ട് ഇന്നും ഏകദേശം ഒരു മാസത്തിൽ 30-50 ലക്ഷം എത്തുന്ന ലീഡേഴ്സിന് എനിക്ക് പരിചയമുണ്ട്. അപ്പൊ അത് ഒരു പാസീവ് ഇൻകം കൊടുക്കുന്ന സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം. നമ്മളൊരു 2-3 വർഷം കൃത്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യാനും ഇതിനോടൊപ്പം മുറുകെ പിടിക്കാനും വിട്ടുപോകാതെ നിന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും പാസീവ് ഇൻകം കിട്ടുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ എന്തുകൊണ്ട് ബയോട്ടോറിയം ചെയ്യണം എന്നാണ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നത്. ബയോട്ടോറിയം ചെയ്യേണ്ടതിന് കാരണം തന്നെ ഇതുപോലുള്ള പ്രതിസന്ധികളും, അതായത് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അത് നേടിയെടുക്കാനും അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം നല്ല നിലയ്ക്ക് കൊണ്ടുവരാനും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട്. അതിന് ബയോട്ടോറിയം എന്നുള്ള കമ്പനിയിൽ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത് വലിയൊരു പ്രശ്നമാണ് ഈ സാമ്പത്തിക പ്രശ്നത്തിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കടങ്ങളും അതുപോലെ തന്നെ ജീവിതം കൊണ്ടു നടത്താൻ വലിയ പ്രയാസങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള സിസ്റ്റം ചെയ്തുകൊണ്ട് ഇതിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒതുക്കാനും അല്ലെങ്കിൽ അത് മാറ്റാനും അതിലൂടെ വൻ വിജയങ്ങൾ കൈവരിക്കാനും കഴിയുന്ന ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും 2 പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള ഒരു മാർഗം ഈ ബയോട്ടോറിയം എന്നുള്ള കമ്പനിയിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു റെക്കഗ്നൈസൻ, നമ്മളുടെ ഇതിലൊക്കെ പല കമ്പനികളും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാലറി വാങ്ങിച്ചു, പണിയെടുത്തു, പിരിഞ്ഞു, കടം കെട്ടി എന്നല്ലാതെ ഇതുപോലുള്ള കമ്പനികളിൽ ഓരോ തവണയും ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ആ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ നടക്കുന്ന അച്ചീവ്മെന്റിനെ നമുക്ക് മറ്റുള്ള മെമ്പേഴ്സിന് മുമ്പിൽ, ഫാമിലി ആണെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, അവരെ കൊണ്ട് സ്റ്റേജിൽ കയറ്റിക്കൊണ്ടുള്ള ഒരു റെക്കഗ്നേഷൻ കൊടുക്കുന്ന സിസ്റ്റം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അതൊരു വല്ലാത്തൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഏതൊരു വ്യക്തിയും ഒരു അംഗീകാരം ആഗ്രഹിക്കാത്ത വ്യക്തികൾ ഇന്ന് നമുക്കിടയിൽ കാണാൻ കഴിയില്ല. ഒരു അംഗീകാരം ഏത് കുട്ടിയായാലും, ഒരു കുട്ടി, ചെറിയ കുട്ടി ഒരു 1ാം ക്ലാസ്സിൽ മാർക്ക് വാങ്ങിച്ച് വന്നു കഴിഞ്ഞാൽ വെരി ഗുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുഖത്തുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് വേറെയാണ്. അത്തരത്തിലുള്ള ഒരു സന്തോഷമാണ് നമ്മൾ പണിയെടുത്ത് കുറച്ച് ഇൻകം ഉണ്ടാക്കി നമ്മൾ മുഖേന കുറെ വ്യക്തികൾക്ക് ഇൻകം ഉണ്ടാക്കാൻ നമ്മൾ ഒരു കാരണക്കാരായി. അത്തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് എത്തുന്ന സമയത്ത് അതിന് ലീഡേഴ്സ് നമ്മളെ വിളിച്ചുകൊണ്ട് ആ സ്റ്റേജിൽ കയറ്റി ഒരു 2 വാക്ക് നമ്മളെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു സന്തോഷം വേറെയാണ്. ആ ഒരു സന്തോഷം ലഭിക്കുന്നതും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ബയോട്ടോറിയം എന്നുള്ള കമ്പനിയിൽ നമ്മൾ കൊടുത്ത ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വ്യക്തികൾ ഇതിൽ ആ ഒരു ഷുഗർ മാറി, അല്ലെങ്കിൽ എൻ്റെ കയ്യോ കാലോ തരിപ്പ് മാറി, എൻ്റെ സ്ട്രോക്ക് വന്ന് കിടന്ന വ്യക്തികളുടെ ആരോഗ്യം തിരിച്ചു കിട്ടി എന്നുള്ളതെല്ലാം പറയുന്ന സമയത്ത് വളരെ വളരെ ആ ഒരു ചങ്കിൽ തട്ടുന്ന ഒരു സന്തോഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ 1-2 വ്യക്തികളൊക്കെ പോയി കാണാൻ പോയ സമയത്ത് പറഞ്ഞു, സ്ട്രോക്ക് വന്നു, ഡോക്ടർ ഇനി നോക്കണ്ട, മടക്കി എന്നുള്ളതൊക്കെ പറഞ്ഞു. അതുപോലുള്ള ഒരു 1-2 ഫാമിലികൾക്ക് കൊടുത്ത് ഒരു 8-10 ദിവസം കൊണ്ട് അവർ എണീറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ആ കുടുംബത്തിലെ വ്യക്തികൾ പറയുന്നുണ്ട്, നിങ്ങളെ ദൈവമായിട്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ട് എത്തിച്ചെന്ന് പറഞ്ഞു. ഏതൊരു ബിസിനസ്സിലും ഏതൊരു ജോലിയിലും ലഭിക്കാത്ത അത്രയും ഒരു സന്തോഷമാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ആ സന്തോഷത്തിൽ കൂടി കിട്ടുന്ന ആ ഒരു മനസ്സമാനം അല്ലെങ്കിൽ ഒരു ഉള്ളിന്റെ ഉള്ളിലെ ഒരു സന്തോഷം നമുക്ക് വേറെ ഏത് മേഖലയിലും കിട്ടില്ല. ആ സന്തോഷം ലഭിച്ചതോടൊപ്പം തന്നെ നമുക്കതിന്റെ കമ്മീഷനും കിട്ടുന്നുള്ള അതൊരു രണ്ടാമത്തെ ഒരു മധുരമായ ഒരു സന്തോഷമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 2 കാര്യങ്ങൾ, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ച വ്യക്തിയിൽ നിന്നാണ് നമുക്കൊരു ആശീർവാദം, ഒരു സന്തോഷം, ഒരു അംഗീകാരം. അതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് വ്യക്തിക്ക് കിട്ടിയ സമയത്ത് നമുക്ക് കമ്പനി തരുന്ന ഒരു അംഗീകാരം, അതുപോലെ തന്നെ ഒരു പ്രതിഫലം, ഇതെല്ലാം കൂട്ടിക്കൊണ്ട് നമ്മുടെ ലീഡേഴ്സ് നമ്മളെ വീണ്ടും ഒരു റെക്കഗ്നേഷൻ ചെയ്യുന്ന സമയത്തുള്ള സന്തോഷം കൊണ്ട് മാത്രം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. സാമ്പത്തികവും മറ്റു കാര്യങ്ങളെല്ലാം വിട്ടാലും ആ ഒരു അംഗീകാരത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ ഞാൻ അറിയുന്നുണ്ട്.
അപ്പൊ അത്തരത്തിലുള്ള ഒരു അംഗീകാരം കൂടി ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം. അതിൽ നമുക്ക് ഒരുപാട് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയാം. നമ്മുടെ കമ്പനി ഈ ബയോട്ടോർ എന്നുള്ള കമ്പനിയാണ്. കമ്പനി കഴിഞ്ഞ 16 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഒരു മാഗ്നറ്റ് നിയോഡൈമിയിൽ നിന്നുള്ള ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആ പ്രോഡക്റ്റ് കൊണ്ട് മാത്രം തന്നെ ഏകദേശം 30 ലക്ഷത്തിൽ കൂടുതൽ മെമ്പേഴ്സ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനും അതിലൂടെ സാധാരണക്കാരായ ജനങ്ങളും വലിയ വലിയ VIP-കളും VVIP-കളും മുഖ്യമന്ത്രിമാരും ഗവർണർമാരും അങ്ങനെ വലിയ വലിയ വ്യക്തികൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ 2 മാസമായിട്ട് റീപർച്ചേസ് എന്നുള്ള സിസ്റ്റം നമുക്ക് കമ്പനി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മോർ പവർ എന്നുള്ള ഒരു മഹത്തായ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൾട്രാബെറി ജ്യൂസ്, പിന്നെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്സ്, ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിലും ഓരോ മണിക്കൂർ നമുക്ക് വേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോരോ പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ഈ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു അസുഖമില്ലാതെ ഒരു ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് നമുക്ക് അവരെ നയിക്കാനും ആ അസുഖം വന്ന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗവും നമുക്ക് ഉപയോഗിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ കൊടുത്ത 1-2 വ്യക്തികള് ഒരു 1-2 ദിവസം ഉപയോഗിച്ചുകൊണ്ട് മേൽവേദന കാരണം മടക്കി അലുമാറിന്റെ മുകളിൽ വെച്ച വ്യക്തികളുണ്ട്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ വിളിക്കും ആ പ്രോഡക്റ്റ് വലിയ ഗുണമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ളത്, കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അതിന്റെ റിസൾട്ട് മുഴുവനും ലഭിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഓരോ ദിവസവും ആ പ്രോഡക്റ്റ് കൊടുത്തതിന്റെ ഫോളോ അപ്പ് ചെയ്യുക. ആ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഗുണമുണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ. നമ്മൾ ആദ്യം ചോദിക്കുന്നത് പ്രോഡക്റ്റിൽ ഗുണമുണ്ടോ ചോദിക്കുന്നില്ല, കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ചോദിക്കണം. കാരണം ഇതിപ്പോ നമ്മൾ തന്ന പോലെ തന്നെ കയ്യിൽ കിട്ടുന്നുണ്ടോ, ആ വെള്ളം കുടിക്കുന്നുണ്ടോ, ആ ബെഡിൽ തന്നെ കിടക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മാത്രം ചോദിക്കുക. പിന്നീട് അവര് പറയും ഇതിൽ കിടന്ന ശേഷം എനിക്ക് നല്ല മേലുവേദന മാറി, ഉറക്കം കിട്ടി, അല്ലെങ്കിൽ കയ്യും കാലില് വേദന, മുട്ടുവേദന മാറി എന്നുള്ള അവര് തിരിച്ചു പറയും. നമ്മൾ പറയേണ്ടത് ഇതിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയോ, മേലുവേദന തോന്നിയോ എന്നുള്ളത് നമ്മളെ ചോദിച്ചാൽ മതി. ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് തുടക്കത്തിൽ ഒരാഴ്ച വരെ ചോദിക്കേണ്ടത്. അതിനുശേഷം റിസൾട്ട് അവരുടെ വായി കൊണ്ട് തന്നെ പറയും. അതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഏകദേശം 1000-കണക്കിന് മെമ്പേഴ്സുകൾക്ക് ഞാൻ ഇത് കൊടുക്കാൻ ഒരു കാരണക്കാരനായിട്ടുണ്ട്. അതിൽ കൂടെ ഒരുപാട് വ്യക്തികൾക്ക് ഈ ഇതിന്റെ നല്ല വാക്കുകൾ കേൾക്കാനും അവരുടെ ആശീർവാദങ്ങൾ വാങ്ങിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം കാരണക്കാരൻ ഡോക്ടർ സാഗർ ജോഷി സാറാണ്. അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതോടൊപ്പം തന്നെ എനിക്ക് ഈ ഒരു മേഖലയെ പരിചയപ്പെടുത്തിയ എൻ്റെ ലീഡേഴ്സിനും നമ്മളോടൊപ്പം ഇന്ന് സഹകരിച്ച് നിൽക്കുന്ന ഏറ്റവും ടോപ്പ് ലീഡർ, നമ്മുടെ ഗ്രേറ്റ് ലീഡർ മെന്റർ മനോജ് സാറാണ് ഇന്ന് ഒരുപാട് വ്യക്തികൾക്ക് ഈ കേരളത്തിന് ആ വഴികാട്ടിയും നമ്മുടെ ജീവനെ തിരിച്ചു കൊടുക്കാനുള്ള കാരണക്കാരനായ വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരുപാട് ആശീർവാദങ്ങൾ എല്ലാ വ്യക്തികളിൽ നിന്നും നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഫാമിലിക്കും എല്ലാം നമ്മളുടെയും ആശീർവാദം അല്ലെങ്കിൽ സന്തോഷം, നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാകണം എന്ന് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ മാർഗത്തിലൂടെ നമ്മൾ ആ കൃത്യമായിട്ട് എന്താണോ സാർ ചെയ്തത്, കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ കൂടെ നമ്മൾ ഈ മേഖലയിൽ കടന്നു വന്ന് എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചാണ് ഈ ഒരു നിലയ്ക്ക് ഇന്നിപ്പോ 3 കോടി 4 കോടി എന്നൊക്കെ പറയണമെങ്കിൽ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ത്യാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അതിലെ ഒരു 10 ഭാഗം ത്യാഗം നമ്മൾ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ വലിയ വലിയ വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും. അത് അവരെല്ലാം തുടങ്ങുന്ന സമയത്ത് ഒരു ലീഡേഴ്സിന് നിരയില്ല, സ്റ്റഡി കൊടുക്കാനുള്ള ഇതുപോലെ ഗൂഗിൾ മീറ്റ് ഇല്ല, അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു മറ്റുള്ള വന്ന ഗുണമായ ആൾക്കാരുടെ പേരോ അല്ലെങ്കിൽ അതിന്റെ ഡെമോവോ കാണിച്ചു കൊടുക്കാനോ ഒന്നുമില്ല. ഇവർ സ്വയം മനസ്സിലാക്കി സഹിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഈ പ്രോഗ്രാം വിജയിപ്പിച്ചത്. അതുപോലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. ഇന്നൊരു നല്ലൊരു വഴി വെട്ടി തെളിയിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ പോലെ നമുക്ക് സഞ്ചരിക്കാനുള്ള മാർഗം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇവരോടൊപ്പം സഞ്ചരിക്കുക, മനസ്സിലാക്കുക, സത്യസന്ധമായി പ്രവർത്തിക്കുക, സാമ്പത്തികമായിട്ട് ഒരു ദുഷ്പ്രയോഗങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരുടെ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് സത്യസന്ധമായി ചെയ്യുക. നമ്മളോടൊപ്പം നിൽക്കുന്ന ലീഡേഴ്സിനും അതുപോലെ തന്നെ നമ്മളോടൊപ്പം നിൽക്കുന്ന പുതിയ മെമ്പേഴ്സിനും സ്നേഹത്തോടു കൂടിയും സത്യസന്ധമായും പെരുമാറുക. ഒരു ജെന്യൂൻ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്ന വ്യക്തികൾക്കെല്ലാം വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വഴികാട്ടിയ മനോജ് സാറിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഇന്നിപ്പോ എന്നോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇവിടെ കോഴിക്കോട് നിന്ന് ഷാജി സാറുണ്ട്, അതുപോലെ തന്നെ ജോൺ സാറുണ്ട്, ജ്യോതി സാറുണ്ട്, പിന്നെ പേര് പറയാൻ എനിക്ക് അറിയാത്ത എൻ്റെ ഇതിൽ ഗൂഗിൾ മീറ്റിൽ കാണുന്ന ഒരുപാട് വ്യക്തികൾ
കാണുന്ന മിനീഷ് സാറിനെ ഞാൻ പരിചയപ്പെട്ടു, സലാം സാറിനെ പരിചയപ്പെട്ടു, ഷാജി റസാഖ് സാറിനെ പരിചയപ്പെട്ടു. അപ്പൊ അങ്ങനെ ഓരോ മുഖങ്ങളും എനിക്ക് കുറച്ച് പരിചയങ്ങളുണ്ട്. സന്തോഷം. ഇതുപോലുള്ള എല്ലാ വ്യക്തികളും നമ്മളും നമ്മുടെ കുടുംബങ്ങളും നന്നാകാൻ വേണ്ടി ഒരുപാട് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയ വ്യക്തികളാണ്. അദ്ദേഹത്തിനും എല്ലാവർക്കും നമുക്ക് ഈ വേളയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കൂടെ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും സത്യസന്ധമായി പണിയെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ചാൻസ് എന്ന എനിക്ക് ദൈവത്തോടും അതുപോലെ തന്നെ ഈ ബയോട്ടോറിയം കമ്പനിയോടും സാഗർ ജോർജ് സാറോടും മനോജ് സാറോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ ഓഫ് യു. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു സെന്തിൽ കുമാർ സാർ. വളരെ നല്ല രീതിയിൽ ഒരു സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങളും അതിനെ എങ്ങനെ നാം അഭിമുഖീകരിക്കേണ്ടി വരും എന്നും അതിൽ ഈ ബയോട്ടോറിയം കമ്പനിയുടെ സാധ്യത, ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രൊഫൈൽ, ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊറോണയ്ക്ക് ശേഷം നമ്മളിൽ വന്നു ചേർന്ന സാഹചര്യം എല്ലാം വളരെ ലളിതമായി സെന്തിൽ കുമാർ സാർ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫൈൽ ഉപയോഗിക്കുന്ന വ്യക്തിക്കും അത് കൊടുക്കുന്ന വ്യക്തിക്കും ഉണ്ടാകുന്ന സന്തോഷവും അംഗീകാരവും എല്ലാം വളരെ നല്ല രീതിയിൽ ഒരു സാധാരണ ലളിതമായ രീതിയിൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ബിഗ് സല്യൂട്ട് സെന്തിൽ കുമാർ സാർ. വൺസ് അഗെയിൻ താങ്ക് യു. അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പോകുന്നത്, ചീഫ് ഗസ്റ്റായി വരാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും പ്രചോദനമായി കൊണ്ടിരിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രോർപതി, ഒരു സാധാരണക്കാരൻ എങ്ങനെ ഒരു അസാധാരണക്കാരനായി മാറാൻ കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണമായിട്ടുള്ള മനോജ് സാറാണ്. മനോജ് തൃപ്പൂണിത്തറ സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കയ്യടിയോടുകൂടി മനോജ് സാറിനെ സ്വാഗതം ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സന്തോഷ് സാർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് സാർ. വീഡിയോ ഓൺ ചെയ്യുന്നില്ല, ഞാൻ ഇച്ചിരി തിരക്കിലാണ്, ഒരു യാത്ര പുറപ്പെടാനുണ്ട്, തിരക്കിലുകൊണ്ടാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മളെല്ലാം പ്രിയങ്കരനായ സെന്തിൽ കുമാർ സാറാണ് നമ്മളുമായിട്ട് സംവദിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ, പാവപ്പെട്ട കുടുംബത്തിൽ, കർഷക കുടുംബത്തിൽ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു സാധാരണ ഒരു കുടുംബത്തിന് ഇന്ന് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. നമ്മളെല്ലാം അത് അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. ചെറിയ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ തന്നെ മാസം ഏകദേശം 10-60,000 രൂപ ഒരു ചെറിയ കുടുംബത്തിന് വേണമെന്നുള്ളതാണ്. ആ ഒരു വരുമാനം നമുക്ക് പലർക്കും പല കുടുംബങ്ങളിലേക്കും കിട്ടുന്നില്ല. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി നമുക്കുണ്ട്. നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരനെ ഒരു അഡീഷണൽ ഇൻകം, ഒരു എക്സ്ട്രാ ഇൻകം നേടാനുള്ള വഴിയൊന്നുമില്ല. എന്തെങ്കിലും ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് തട്ടിമുട്ടി ജീവിക്കുക, ചെലവുകൾ കുറക്കുക, പരമാവധി പിടിച്ചു വെക്കാൻ പറ്റുന്നിടത്തേക്ക് പിടിച്ചു വെക്കുക. എന്നാലും പല അസുഖങ്ങളോ രോഗങ്ങളോ ബന്ധുക്കളുടെ കല്യാണമോ വീട് താമസമോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, ഇല്ലേ? കുട്ടികൾക്ക് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ടൂർ പോകണം. എന്തെങ്കിലും ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വല്ല ഗസ്റ്റുകളൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ചെലവ്, ഇതെല്ലാം കൂട്ടുമ്പോൾ വലിയൊരു ഭാരിച്ച ഒരു ചുമതല ഒരു സാധാരണക്കാരന് വരുന്നുണ്ട് എന്നുള്ളതാണ്. കാശുള്ളവർക്ക് ഇതൊന്നും വിഷയമല്ല. അപ്പൊ അവരൊക്കെ ഓടി നെട്ടോട്ട് ഓടുകയാണ്. അപ്പൊ പല കടങ്ങൾ എടുക്കുക, ലോൺ എടുക്കുക, ആ ലോൺ അടക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, അടുത്ത ലോൺ എടുക്കുക, ഈ 2 ലോൺ എടുക്കാൻ വേണ്ടി പലിശക്ക് മേടിക്കുക, ആ പലിശ കൊടുക്കാൻ വേണ്ടി വേറെ ആളെടുക്കുന്ന പലിശക്ക് മേടിക്കുക. ഇങ്ങനെ ഊരാക്കുടുക്കിൽ ചെന്നുപെടുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മൾ ഓരോരുത്തരും അതിൽ ഭാഗവാക്കാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു അഡീഷണൽ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും? അതിന് സമയമില്ല. ജോലിക്ക് പോകുന്നു, രാവിലെ 8 മണിക്ക് പോയാൽ വൈകുന്നേരം 6 മണിക്ക് വരും, അല്ലെങ്കിൽ 8 മണിക്ക് വരും. അപ്പൊ വേറെ ഒരു ജോലി നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളുള്ള പത്രങ്ങളൊക്കെ നോക്കി, അല്ലെ, ആ വീട്ടിലിരുന്ന് ജോലി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറെ കാണാം, അല്ലെ, നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ കാണാന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ പിറകെ പോയിട്ടുള്ള കാശും കൂടി നഷ്ടപ്പെട്ടിട്ട്, ഇല്ലേ, അത് ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കവർ ഉണ്ടാക്കാം, മറ്റത് ഉണ്ടാക്കാം, മെഴുകുതിരി ഉണ്ടാക്കാം, ഇത്ര രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെയൊക്കെ എത്രയോ ആളുകൾ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു എക്സ്ട്രാ ഇൻകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സാധ്യതയുള്ള, ലോകം അംഗീകരിച്ച, മനസ്സിലായി, ഇനി വളരാൻ വേണ്ടി പോകുന്ന, ഗ്രോത്ത് കാണിക്കാൻ വേണ്ടി പോകുന്ന, ഭാവിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാം, അല്ലെ? വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, വിത്തൗട്ട് റിസ്ക്, വിത്തൗട്ട് ടെൻഷൻ, വിത്തൗട്ട് ബോസ്, അല്ലെ, സ്വതന്ത്രമായിട്ട് നമുക്ക് പറന്ന് നടന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വേൾഡിലെ നമ്പർ 1, അല്ലെ, ഗ്രോത്ത് കാണിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിലാണ് നമ്മൾ എത്തിപ്പെടുക.
അറിവുള്ള ആളുകൾ. അതാണ് ഇവിടെ സെന്തിൽകുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹവും അറിഞ്ഞോ അറിയാതെയോ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വന്നു. ഡയറക്ട് സെല്ലിംഗ് ആദ്യകാലത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും ആയിരുന്നില്ല. ഇതിന്റെ മറവിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതെല്ലാം അനുഭവിച്ച ആളുകൾ, നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്തിരിക്കുന്നുണ്ടാവും. എന്നാൽ അതൊന്നും ആയിരുന്നില്ല യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞത് ഒരു മാന്യമായ സ്ട്രോങ് ആയ ഒരു പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ ഫാക്ടറിയിൽ നിന്നും ആ കമ്പനിയിൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഡയറക്ട് സെല്ലിംഗ്. അല്ലാതെ പണം വെച്ച് പണം വാങ്ങുന്ന മുച്ചിട്ട് കളിയല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. 10 വെച്ചാൽ 100, 100 വെച്ചാൽ 200 കിട്ടുന്നതല്ല ഡയറക്ട് സെല്ലിംഗ്. നമ്മളും പലരും അറിഞ്ഞോ അറിയാതെയൊക്കെ ഭാഗവാക്കായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ തിരിച്ചറിവുണ്ടായി നമുക്ക്, അല്ലെ? അറിവെന്ന് പറയാൻ തിരിച്ചറിവിലേക്ക് വന്നു. എന്താണ് യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബയോട്ടോറിയം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായി. എന്തിനാണ് ബയോട്ടോറിയം ഏറ്റെടുത്തത്? എത്രയോ കമ്പനികൾ ഉണ്ടല്ലോ, അല്ലെ? അതാണ് എന്തിന് ബയോട്ടോറിയം? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ബയോട്ടോറിയത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യവും കിട്ടും, അതിന്റെ ഇരട്ടി സമ്പത്തും കിട്ടും എന്നുള്ളതാണ്. മറ്റുള്ളതിന് ആരോഗ്യം കിട്ടുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. അതിങ്ങനെ കഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലേ? ഡോക്ടേഴ്സ് പറയും പോലെ നിങ്ങൾ ഒരാഴ്ച കഴിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വാ, അല്ലെ? ഈ മരുന്ന് അത് കഴിഞ്ഞാൽ പറയും ഇത് ശരിയായില്ലെങ്കിൽ ഒരു കാര്യം നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാന്ന് പറയും, ഇല്ലേ? അത് കഴിഞ്ഞിട്ട് വേറൊരു പോലെ, എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ പറയാം നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വേറൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ നിങ്ങൾ ചെന്നോളൂ, അദ്ദേഹം അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്, അവിടത്തേക്ക് വിടും, അല്ലെ? അവിടെ പോയിക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എത്തുന്നത് ഓപ്പറേഷനിലേക്കാണ്, അല്ലെ? അതൊരു സിസ്റ്റം വേറെ. അതേപോലെ തന്നെ മറ്റു പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും നമ്മളെ പ്രൊഡക്റ്റ് പോലെ അവരുടെ ശരീരത്തെ പെട്ടെന്ന് എനർജൈസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ അത് ശരീരത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ വേണ്ട എനർജി ലഭിക്കുകയും, അല്ലെ, സെല്ലിന്റെ വോൾട്ടുകൾ കറക്റ്റ് ചെയ്യപ്പെടുകയും പെട്ടെന്ന് നല്ല ഒരു എനർജി ലഭിക്കുന്നതോടൊപ്പം ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്ന മെറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വേറൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്ഭുതം എന്ന് പറയല്ലേ, മരിച്ചവൻ ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ ഇനി ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തള്ളപ്പെട്ടവർ പോലും, നടക്കാൻ പറ്റാത്ത ആളുകൾ പോലും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. കൊടുക്കുന്ന ആൾക്കും വിശ്വാസം ഉണ്ടാവില്ല, വാങ്ങുന്ന ആൾക്കും വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ അവിടെ അത്ഭുതങ്ങൾ ദൈവം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ മഹാമാസ്മരികത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബയോട്ടോറിയം തിരഞ്ഞെടുത്തത്. എത്രയോ കമ്പനികൾ ഇല്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ വേൾഡ് അംഗീകരിച്ച ഒരു പ്രൂവൺ സയൻസ് ആണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്, ആളുകളിലേക്ക് എത്തിക്കുന്നതല്ല. അതുകൊണ്ട് നടക്കാൻ പറ്റാത്ത ആളും, കൈവക്കാൻ പറ്റാത്ത ആളുകളും, ഇരിക്കാൻ പറ്റാത്ത ആളുകളും, ഷുഗർ ഉള്ളവർക്കും, കൊളസ്ട്രോൾ ഉള്ളവർക്കും, തൈറോയിഡ് ഉള്ളവർക്കൊക്കെ മെല്ലെ മെല്ലെ റിസൾട്ട് വരും. 21 ദിവസം കൊണ്ട് റിസൾട്ട് ഒന്നും വരുന്ന ആരും പറയരുത് കേട്ടോ. ഒരു 6 മാസം നിങ്ങൾ ഉപയോഗിക്കുന്ന പറയണം കൃത്യമായിട്ട്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും റിസൾട്ട് വന്നിരിക്കും, ഒരു സംശയവും വേണ്ട. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കണം. നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. വേദന ഉണ്ടാവും, ചില ആൾക്ക് ശരീരവേദന കൂടി, എനിക്ക് വേണ്ട, നീ കൊണ്ടുപോയി എന്റെ കാശും കൊണ്ട് തന്നെ എന്നൊക്കെ പറയും. അപ്പൊ അവരെ ചേർത്ത് പിടിച്ച് അവരെ വീട്ടിൽ പോയി ഇരുന്നിട്ട് ഒന്നും കൂടെ അതിന്റെ സയൻസ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ അടഞ്ഞു കിടക്കുന്ന രക്തക്കുഴലിലൂടെ രക്തം പമ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് വേദനകളൊക്കെ വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരത് ഉപയോഗിക്കും. ആ രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പ്രൊഡക്റ്റിലൂടെയും അതുപോലെ തന്നെ അതിലൂടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിലൂടെയും വലിയൊരു വരുമാനം കിട്ടുന്നു. അതാണ് സെന്തിൽകുമാർ സാർ ഇവിടെ പറഞ്ഞത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് എവിടുന്ന് പണം? സാധാരണക്കാരന് എന്താ വേറൊരു മാർഗം? രക്ഷപ്പെടാൻ എന്താ മാർഗം? ഒന്നുമില്ല. അപ്പൊ അഡീഷണൽ ആയിട്ട് നല്ലൊരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൃത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട്, പ്രയാസങ്ങളുണ്ട്. ആളുകൾ ചെന്ന് വാങ്ങുമ്പോൾ പെട്ടെന്നൊന്നും വാങ്ങൂല. അതിന്റെ ക്ഷമയുണ്ടാകണം. അവർ പറയുന്നത് കേട്ട് അവിടെ ഇരിക്കണം കുറച്ചു നേരം. അവരൊന്ന് പറയുമ്പോൾ നമ്മൾ 2 പറയരുത്. ഒരാൾ ചെന്ന് പറയുമ്പോൾ ഇത് അങ്ങനെ തട്ടിപ്പല്ലേ, ഞാൻ പണ്ട് ഈ കമ്പനി ചേർന്ന് എന്റെ കാശ് പോയില്ലേ, അങ്ങനെ ഇങ്ങനെ ഇതേ കൊണ്ട് നടക്കുകയാണ് ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചൂടാവും. ഇത് എത്ര നാളുണ്ടാവും നമുക്ക് നോക്കാലോ, നീ ഇപ്പൊ എത്ര നാളായി ഇതിനകത്ത് എന്നൊക്കെ ചോദിക്കും നമ്മളോട്. 6 മാസം ഉണ്ടാവില്ല ഈ കമ്പനി, പൂട്ടിപ്പോവും. എന്നോട് പറഞ്ഞ തുടക്കത്തില് 6 മാസത്തിൽ കൂടുതൽ കമ്പനി ഉണ്ടെങ്കിൽ നീ പറഞ്ഞ പണി ഞാൻ എടുക്കാൻ മനോജ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. മനസ്സിലായി? ഇന്നിപ്പോ അവരെയൊന്നും കാണാനില്ല. ഇങ്ങനെയൊക്കെ വീരവാദങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ക്ഷമയോടെ ഇരിക്കണം. അങ്ങോട്ടൊന്നും പറയരുത്. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒഴിഞ്ഞ പാത്രം പോലെ ആവും. മനസ്സിലായി? അവരുടെ വികാരങ്ങളെല്ലാം പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ ശാന്തമായിട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ പറയും, എന്തായാലും ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ, ഇനി പറഞ്ഞോളം പറയും. അപ്പൊ അവർ പറയും ഇനി പറഞ്ഞോന്ന് പറയും. മനസ്സിലായി? അല്ലാണ്ട് ആ സമയത്ത് പറയുന്നത് അങ്ങനെ വളരെ സാവധാനത്തിൽ ക്ഷമയോട് കൂടിയിട്ട് അവരായിട്ട് നമുക്ക് സംവദിച്ച് എന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്റെ ഡെമോയും സയൻസും റിസൾട്ടുകൾ, മറ്റുള്ളവർക്ക് കിട്ടിയ റിസൾട്ടുകൾ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുക. ഒരാള്
അനുഭവങ്ങൾ, ഇതൊക്കെ ചെയ്തു വരുമ്പോൾ വലിയൊരു ടീമിനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതിന് ക്ഷമയുണ്ടാകണം, സ്റ്റിക്ക് ഓൺ ചെയ്യണം, മനസ്സ് ചഞ്ചലമാകരുത്. അല്ലെ, മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവമാണ്. അല്ലെ, ഇതിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ അടുത്ത സമയത്ത് അമേരിക്കയിലേക്ക് എത്തും. അല്ലെ, അമേരിക്കയിൽ മക്കളും ബന്ധുക്കളുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്തും. ഇല്ലേ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് എത്തും. എവിടെയാ എത്തിച്ചാൽ അത് എത്രയാ ലോകത്തെ ഏറ്റവും സ്പീഡുള്ള സംഭവം. ഇല്ലേ, സൂര്യപ്രകാശം എന്നൊക്കെ പണ്ട് അതൊന്നുമല്ല, അതിനേക്കാളും വേഗതയാണ് നമ്മുടെ മനുഷ്യ മനസ്സിന് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടരുത്. മങ്കി സിൻഡ്രോം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിച്ചാൽ നമ്മൾ എവിടെയും രക്ഷപ്പെടില്ല. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ബയോട്ടോറിയത്തിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ഒരു എന്താ പറയുക, ആരോഗ്യത്തോടൊപ്പം വലിയൊരു സാമ്പത്തിക സമൃദ്ധിയിലേക്ക് നമുക്ക് എത്താൻ, നമ്മുടെ ടീമിനെ നയിക്കാനും കഴിയും. നിങ്ങളെല്ലാവരും ലീഡേഴ്സാണ്. നിങ്ങൾ ഓരോരുത്തരും ലീഡറായിട്ട് മാറണം. എന്റെ ടീമിൽ ഞാൻ ഇത്ര ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കും, അവരെ ഇത്ര ആളുകളെ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർത്തും. അങ്ങനെ അവരെ ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും അറിയാതെ നല്ലൊരു വരുമാനത്തിലേക്ക് എത്തും. ഇത് ഫാസ്റ്റ് ഇൻകം അല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു കർഷക മനസ്സോടുകൂടി വേണം എപ്പോഴും ഡയറക്ട് സെല്ലിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു കർഷകൻ പാടത്ത് വിത്തെറിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പോയി കൊയ്യാൻ പോവോ അവിടത്തേക്ക്? ഇല്ല, പിറ്റേ ദിവസം കൊയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പോ അത് മുളച്ചു വരുന്നത് പോയി അവിടെ നിൽക്കുമ്പോൾ അത് മുളച്ച് ഇങ്ങനെ വരുമ്പോൾ മുള പൊട്ടുമ്പോൾ അദ്ദേഹം കർഷകന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ട്, അല്ലെ? അതിനെല്ലാം സംരക്ഷിച്ച് അതിന്റെ കളയൊക്കെ പറിച്ച് അതിന് വിത്തും വളമൊക്കെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോ 100-100 ദിവസം എത്രയാണെന്ന് അറിയില്ല, എനിക്കത് സെന്തിൽകുമാരൻ സാറിന് അറിയാൻ പറ്റും കർഷകന്റെ രീതികളൊക്കെ. ആ ദിവസം വരെ നമ്മൾ കാത്തിരുന്നിട്ടാണ് അത് കൊയ്തെടുക്കേണ്ടത്. ആ ഒരു ക്ഷമ നമുക്ക് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ രണ്ടാളെ ചേർത്തങ്ങ് പോകലല്ല. രണ്ടുപേരെ കൊണ്ടുവന്നാൽ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ എന്നാ പറയുന്നത് ചില ആളുകൾ. ആ രണ്ടുപേർക്ക് വേണ്ടുന്ന വെള്ളവും വളവും കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവർക്ക് അവരുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് വന്നതുകൊണ്ടാണ് നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകണം. മനസ്സിലായോ? അവർക്ക് അതില്ല, അവർക്കും അത് ചെയ്തു കൊടുക്കണം നമ്മൾ. നമുക്ക് അവർ രണ്ടുപേര് വന്നപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേരും ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്താൽ മതി. എല്ലാവരും അങ്ങനെ ചെയ്തു പോയാൽ ഇതിന്റെ ഗ്രോത്ത് എന്താ? ഞാൻ ഇന്നലെ പറഞ്ഞ എനിക്ക് ആഴ്ചയിൽ നിങ്ങൾ ഒരു 2 ആളെ കൊണ്ടുവന്നാൽ, അവരും 2 ആളെ കൊണ്ടുവന്നാൽ ഒരു മാസം 30 പേരുടെ ടീം ഉണ്ടാവും. 2, 4, 8, 16 4 ആഴ്ച കൊണ്ട് 30 പേരുടെ ടീം ഉണ്ടാവും. ലോകം മുഴുവൻ ഓടി നടക്കല്ലേ? 2 പേരെ കൊണ്ടുവരൂ. അവർക്ക് കോൺഫിഡൻസ് കൊടുക്കൂ, അവർക്ക് ഇതിന്റെ ഡെമോ കൊടുക്കൂ, അവർക്ക് പ്രൊഡക്റ്റ് പറയാനുള്ള രീതികൾ പഠിപ്പിച്ചു കൊടുക്കൂ, അവർക്ക് നമ്മുടെ ഐഡിയ അടിക്കാൻ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ. പ്രായമുള്ളവരാണെങ്കിൽ വീട്ടിൽ മക്കളുണ്ടാവും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. ഈ 2 ആളുടെ കൂടെ ഒരാഴ്ച നിങ്ങൾ നിൽക്കൂ. നിങ്ങൾ ലോകം മുഴുവൻ എന്തിനാ ഓടുന്നത്? അവരുടെ കെയർ ഓഫിൽ 2 ആൾ കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ആഴ്ച നമ്മുടെ ടീമിലേക്ക് 4 പേരായി, 8 പേരായി, 16 പേരായി. ഇത്രേ ചെയ്യാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ഇത്. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് പലർക്കും ഉദ്ദേശിച്ച ഗ്രോത്തിലേക്ക് എത്താത്തത്. വന്നാൽ അവരെ വിട്ട് വേറെ ആളെ അന്വേഷിച്ച് നടക്കുക. അവിടെ 2 ആളുണ്ട്, ഇവിടെ 2 ആളുണ്ട്, ഭയങ്കര ഓട്ടമാണ്. മറ്റൊന്നും ഓടേണ്ട കാര്യമില്ല. വന്ന് 2 ആൾ അവരെ ഫോക്കസ് ചെയ്ത് കൊടുക്കുക. അത് സ്ട്രോങ് ഫില്ലേഴ്സ് ആക്കി മാറ്റി ഹ്യൂജ് ഇൻകത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് വലിയൊരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗിൽ. ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി വേൾഡിലെ നമ്പർ 1 കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു സംശയവും വേണ്ട. ഇത്രയും അധികം ഇൻകം പമ്പ് ചെയ്യുന്ന ഒരു കമ്പനി ഇല്ല. ബോട്ടലിൽ ഒരു 100 PV വെച്ചാൽ ഇല്ലേ 6820 രൂപ. അതാണ് ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഫാമിലി ബോണസ് എന്ന് പറയുന്ന ഒരു ഇൻകം പ്ലാൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് ബയോട്ടോറിയം. സുഹൃത്തുക്കളെ, വേറൊരു കമ്പനിക്കും ഇല്ല, ചിന്തിക്കാൻ പറ്റില്ല. 100 PV മാച്ച് ചെയ്താൽ കൂടി വന്ന 1000 രൂപ, 1500 രൂപയിൽ കൂടുതൽ ഒരു കമ്പനിയും കൊടുക്കില്ല, കൊടുത്ത ചരിത്രമില്ല. അതാണ് ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അന്ന് 5025 രൂപയാണെങ്കിൽ ഇപ്പൊ അത് വീണ്ടും വർദ്ധിപ്പിച്ച് 6820 രൂപയ്ക്ക് 100 PV മാച്ച് ചെയ്യുമ്പോൾ ഏത് കമ്പനി കൊടുക്കും? ചിന്തിച്ചു നോക്കണം നമ്മള്. ഒരു ദിവസം ഒരു 100 PV ചെയ്താൽ പോരെ? 100 PV 6820 രൂപയാ. ഇത് 30 കൂട്ടി നോക്ക്, 2 ലക്ഷം രൂപ ഒരു മാസം ചുരുങ്ങിയത് ഒരു വീട്ടമ്മക്ക് ഉണ്ടാക്കാം. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഫീൽഡില് കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് ഇത് മറ്റു കമ്പനി പോലെ അല്ല ഇത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം നിങ്ങള്. അവിടെയാണ് കച്ചവടം നടക്കുക. അത് ആരാണോ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് അവരുടെ ടീം കുതിച്ചു വരുന്നുള്ളതാണ്. ഈ ഇൻകം പ്ലാൻ ഇങ്ങനെ ഉണ്ടതെന്നല്ല. ഈ ഫാമിലി ബോണസ് ഒരു കമ്പനി ഇന്ന് ചിന്തിച്ചിട്ട് പോലില്ല, കൊടുത്തിട്ട് പോലില്ല. എവിടെയെങ്കിലും നിങ്ങൾ ഏത് കമ്പനിയുടെ ഇൻകം പ്ലാൻ എടുത്ത് നോക്കിക്കോളൂ. 100 PV മാച്ച് ചെയ്താൽ 1200 അല്ലെങ്കിൽ 1500 കൂടുതൽ കൊടുക്കില്ല. അതാണ് ഇവിടെ 6820 രൂപ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഇൻകം പ്ലാൻ. അതോടൊപ്പം നമ്മുടെ റീപർച്ചേസ് സ്റ്റാർട്ട് ചെയ്തു. റീപർച്ചേസ് ഒരു ബാക്ക് ബോൺ ആണ് ഒരു കമ്പനിയുടെ. നമ്മളെ ഒരു ബാക്ക് ബോൺ ആണ്. നമ്മളൊരു കുറെ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പല പല ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതാണ് A to Z ഉൽപ്പന്നങ്ങൾ. പേസ്റ്റ്, സോപ്പ്, ഷാമ്പു ഇതെല്ലാം വരാൻ വേണ്ടി പോവാ. ഗ്രോസറി ഐറ്റംസ് വരാൻ വേണ്ടി പോവാ. അതുപോലെ തന്നെ ലേഡീസിന്റെ പാഡ് വരാൻ വേണ്ടി പോവാ. അതുപോലെ ബ്യൂട്ടി കെയർ ഐറ്റംസ് എല്ലാം വരാൻ വേണ്ടി പോവാ. ടെക്സ്റ്റൈൽ ഐറ്റംസ് വരാൻ വേണ്ടി പോവാ.
എല്ലാം ഗ്രോസറി ബാഗ് ഐറ്റംസ്, ചെരുപ്പ്, ഒന്നും പറയാണ്ട A to Z ഇ-കൊമേഴ്സ് സൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ടീമിലെങ്കിൽ നമ്മൾ അറിയാതെ അവർ പല ഉൽപ്പന്നങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല, ഒരു വർഷം കൊണ്ട് സാധിക്കില്ല. ഇന്നലെ എന്റെ വരുമാനം ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ആളുകൾ കാണട്ടെ നിൽക്കുകയാണ് അല്ലെ. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടതാ. അതിനൊരു തമ്പ് പോലും അടിച്ചില്ല പലരും. എന്താ നിങ്ങൾക്ക് കിട്ടി എനിക്കെന്താ തമ്പടിക്കാൻ അല്ലേ, ഇവിടെ പണിയൊന്നുമില്ലേ. ഞാൻ ആ സമയത്ത് പോയി രണ്ടാളെ കാണട്ടെ എന്നാണ്. കുശുമ്പാണ്, അസൂയാണ്. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരമാണ്. മനുഷ്യ മനസ്സെന്ന് പറഞ്ഞ വികാരങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു കുത്തരങ്ങാണ് അല്ലെ. അവിടെ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അസൂയ ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവും അല്ലെ, ഒക്കെ ഉണ്ടാവും. അതിന്റെ വലിയൊരു വിളനിലമാണ്. പക്ഷേ മനസ്സിനെ എപ്പോഴും നിങ്ങൾ സന്തോഷത്തിൽ അസൂയയും കുശുമ്പും ദേഷ്യവും അഹങ്കാരവും ഒന്നും നിങ്ങളുടെ മനസ്സിൽ വെച്ച് നടക്കരുത് അധികകാലം കേട്ടാ. അവിടെയൊക്കെ നല്ല ഒരു പൂന്തോട്ടമാക്കി മാറ്റണം മനസ്സിനെ, ഹൃദയത്തെ. അപ്പോഴാണ് അവിടുത്തെ പൂമ്പാറ്റകൾ വന്നിരിക്കുള്ളൂ. മനസ്സിലായ, തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് നേടിയതല്ല. വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ആരുമില്ലാത്ത സമയത്ത് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകൾ കളിയാക്കിയപ്പോഴും പുച്ഛിച്ചപ്പോഴും ഇതിന്റെ സയൻസ് ചോദിച്ചപ്പോഴും ഇതിന്റെ റിസൾട്ടുകൾ ആർക്ക് കാണിച്ചു കൊടുക്കാനില്ലാത്ത അവസരത്തിൽ പോലും നെഞ്ചുറപ്പോടെ നിന്ന് മുന്നോട്ട് പോയ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് വലിയ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ഒന്നും ആയിട്ടില്ല. ഇന്ത്യയിൽ 30 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്തായി? 0 പോയിന്റ് ആണല്ലേ. 150 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ 1% പോലും ആയിട്ടില്ല. ആയോ? കേരളത്തിലായോ? എന്നിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആവേശത്തോടു കൂടിയിട്ട് ഇതിന്റെ സാധ്യതകൾ ഓരോ കുടുംബത്തിനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ, നിങ്ങളെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ, ഉന്നത വിദ്യാഭ്യാസം വേണ്ടേ, നമ്മളെ കടബാധ്യത തീർക്കണ്ടേ, നല്ലൊരു വീട് പണിയണ്ടേ അല്ലെ. ഈ വലിയ മോഹങ്ങളെല്ലാം സ്വപ്നങ്ങളെല്ലാം അല്ലെ കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുടുംബത്തിൽ. ഒന്നുമില്ല, എല്ലാം നശിച്ചുപോയി എന്നുള്ളൊരു ചിന്ത കൊണ്ടുപോകുന്ന ആളുകളിലേക്ക് നിങ്ങൾക്കൊരു കുളിർമഴ പെയ്യിക്കാൻ അവരുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട, നിരവധി ആളുകളെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കും. അത് ഏറ്റെടുക്കാനുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ബിസിനസ് ഇന്നല്ലെങ്കിൽ നാളെ വരും. നമ്മൾ ഫീൽഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടേയിരിക്കാം. ഒരു വർഷം കഴിഞ്ഞ ആളുകളെ ഇപ്പൊ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞപ്പോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ നീ ഇപ്പൊ അത് ചെയ്യുന്നുണ്ടോ? എന്നാ എനിക്കൊരു പ്രൊഡക്റ്റ് വേണം കേട്ടാ. അത് കുറെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ലതാണെന്ന്. അപ്പൊ പല സ്ഥലത്തും ഇപ്പൊ നല്ല റിസൾട്ടുകൾ പറയാൻ തുടങ്ങിയപ്പോ എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ആളുകൾ. അതുകൊണ്ട് സജീവമായിട്ട് എല്ലാവരും ഈ ഓണക്കാലത്തും രംഗത്തേക്ക് ഇറങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് വളരെ നല്ല രീതിയിൽ ഇവിടെ സംസാരിച്ച സെന്തിൽ കുമാർ സാറിനും അവരുടെ ടീമിനും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട്, അതുപോലെ തന്നെ സന്തോഷ് സാറ് പരപ്പൂർ നല്ലൊരു ലീഡറാണ്. വളരെ സജീവമായിട്ട് ഓടി നടന്ന് 24 hours ഫീൽഡിൽ കാണുന്ന ലീഡേഴ്സാണ് സെന്തിൽ കുമാർ സാർ. ഡെയിലി ഡെമോയും അതുപോലെ തന്നെ ഓരോ വീടുകളിലൊക്കെ ചെന്ന് വളരെ എന്താ പറയാ ഒരു ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളുകളാണ്. ഞാൻ വലിയ ലീഡറാണ്, എനിക്ക് ഇത്ര ലക്ഷം കിട്ടിയിട്ടുണ്ട് എന്നല്ല. നമ്മൾ ഫീൽഡിൽ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. പരമാവധി നാളുകളിലേക്കും ഫീൽഡിലായിരിക്കുക. നീ എത്ര വലിയ ലീഡർ ആയാലും ഫീൽഡിലേക്ക് ഇറങ്ങണം. ആ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. ഫീൽഡിൽ വർക്ക് ചെയ്യാന്നതിന്റെ ഭാഗം തന്നെയാണ്. ഫീൽഡുമായിട്ടും ജനങ്ങളുമായിട്ടും ബന്ധമില്ലെങ്കിൽ അദ്ദേഹം ഒരു ലീഡർ അല്ല. വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഇന്നത്തെ സക്സസ് ആവാം, പക്ഷെ അതൊക്കെ അതിന് ലിമിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഫീൽഡിൽ ഇറങ്ങുക, ആളുകളോട് ടീമിന്റെ കൂടെ ചേർന്ന് നിൽക്കുക, ടീമിനെ ലീഡേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ടീമിലുള്ള ആളുകളെ ലീഡേഴ്സ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ വളരെ സജീവമായിട്ട് ഏറ്റെടുത്ത് ഇതിലൂടെ വിജയിക്കണം, തന്റെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ആവേശത്തോടു കൂടിയിട്ട് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയശുദ്ധിയുള്ള ഒരു നിഷ്കളങ്കനായ ഒരു ലീഡറാണ് സെന്തിൽ കുമാർ സാർ. നിങ്ങളുടെ അടുത്ത കാലത്താണ് പരിചയപ്പെട്ടെങ്കിലും പരിചയപ്പെട്ട അന്ന് മുതൽ ഇങ്ങോട്ട് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുള്ളത്. സാറിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോഴും ഞാൻ സമാധാനത്തോട് പറയും, സാറേ അതൊന്നും നമ്മളൊന്നും ടെൻഷൻ അടിക്കണ്ട, മനസ്സിലായ എല്ലാത്തിനും ദൈവം ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോകുമ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെടും, ചിലതൊക്കെ കിട്ടും ഇല്ലേ. നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല കിട്ടുക. ദൈവത്തിന്റെ പദ്ധതികൾ അങ്ങനെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കൾ. നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ചൂടാകുകയോ വിഷമിക്കുകയോ തർക്കിക്കുകയോ ബഹളത്തിനൊന്നും പോകണ്ട. നമ്മൾക്ക് അതിനേക്കാൾ വലുത് ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്റെ ജീവിതത്തിലേക്ക് അത് തന്നതാണ് ദൈവം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ചില ആളുകൾ നിങ്ങൾ പോകുമ്പോ ചില ആളുകൾ നിങ്ങളുടെ കൂടെ വന്നില്ലെന്ന് വരും, പോയിക്കോട്ടെ, സന്തോഷത്തോടെ വിട്ടേക്കുക. പിന്നെ എന്റെ കൂടെ വന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒന്നും പറയണ്ട, മനസ്സിലായ. നിങ്ങൾക്ക് അതിനേക്കാൾ കഴിവുള്ള ആളുകളെ ദൈവം തമ്പുരാൻ തരും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയശുദ്ധിയോട് കൂടിയിട്ട് ബയോട്ടോറിയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞു.
പറഞ്ഞുകൊണ്ട് ഈ ഓണക്കാലമാണ്, എല്ലാവരും ഓണാഘോഷത്തിന്റെ തിരക്കിലാണ്, അത് മറക്കുന്നില്ല. എന്നാലും നമ്മുടെ ബിസിനസ്സും മറക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സുപ്രഭാതത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രത്യാശയുടെ ദിനങ്ങൾ, അല്ലെ? ഒരു സംശയവും വേണ്ട. അടുത്ത ഓണമാകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊന്നും ഇങ്ങനെ ആയി ഇരിക്കില്ല. വലിയൊരു ബാങ്ക് ബാലൻസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ബയോട്ടോറിയത്തിന്റെ സെക്കൻഡ് പ്ലാൻ, റീപർച്ചേസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് തന്നെ ധൈര്യത്തോട് പറയാൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട, ഇല്ലേ? ഇപ്പോ റീപർച്ചേസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഏകദേശം 1 ലക്ഷം രൂപയോളം റീപർച്ചേസിലൂടെ വരുമാനം കിട്ടി എന്നുള്ളതാണ്. മനസ്സിലായ? തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ, അല്ലെ? റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോ എനിക്ക് ഉറപ്പുണ്ട് അടുത്ത വർഷം ഓണമാകുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാം അക്കൗണ്ടിൽ ആ റീപർച്ചേസ് ഇൻകം മാത്രം വലിയൊരു ഹ്യൂജ് എമൗണ്ട് എത്തും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ടീമിനെ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, സെപ്റ്റംബർ മാസം നമുക്കൊരു റിക്രൂട്ട്മെന്റ് മന്താക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇന്നലെ പറഞ്ഞ പോലെ പുതിയ 2 പേരിലേക്ക് എടുത്തുക. ആ 2 4 30 പേരെ ഓരോരുത്തർക്കും കൊണ്ടുവരാൻ പറ്റുന്നു. ഒരാഴ്ച 2 പേരെ, ഒരാഴ്ചക്കുള്ളിൽ 7-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എല്ലാവരും 2 പേരെ ഫോക്കസ് ചെയ്യൂ. പുതുതായിട്ട് എത്ര ലീഡർ ആണെങ്കിലും 2 പേരെ കൊണ്ടുവരൂ. ഞാൻ അതിന്റെ പ്രയത്നത്തിലാണ്, റെഡി ആയിട്ടുണ്ട് ഏകദേശം കേട്ടോ. അതിന് 4, 8, 16, 30 പേരെ നമുക്ക് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊണ്ടുവരാൻ സാധിക്കണം. മുഹമ്മദ് അലിക്ക, മനസ്സിലേ? നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുവരണം 30 പേര്. ടീമിന്റെ പണി അവിടെ നിൽക്കട്ടെ, അവരത് ചെയ്താൽ പോരെ, അല്ലേ? അവരത് ചെയ്താൽ പോരെ. എത്ര വലിയ ഹ്യൂജ് ടീമിനെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. വെറും 3000 എൻട്രി മതി നമുക്ക്. PV പ്രശ്നമല്ല. 3100, 5200, 4400 അൾട്രാ ബറിയും 4400 അൾട്രാ ബറി വാങ്ങാൻ പറയും അവരോട്. 4400 2 അൾട്രാ ബറി കിട്ടും, ഇല്ലേ? അതൊരു റിട്ടെയിൽ ചെയ്ത് 6000 രൂപ കിട്ടൂലേ? 3000 രൂപ ഒക്കെ വിറ്റാൽ പോലും അവർക്ക് 6000 രൂപ കിട്ടും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരെണ്ണം കുടിച്ചോട്ടെ, ഒരെണ്ണം വിൽക്കാൻ പറയും അവരോട്. എന്നാലും അവർക്ക് 3000 കിട്ടിയില്ലേ? മുടക്കി എത്രയാ? 4400. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? വെറും 1400 രൂപയുള്ളവർക്ക്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഒരെണ്ണം നിങ്ങൾ തന്നെ വിറ്റ് കൊടുത്തോ. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. ചായക്ക് പകരം ഇത് കുടിക്കണം എല്ലാ വീടുകളിലും എല്ലാവരും. അത്രയും പവറുള്ള പ്രൊഡക്റ്റ് ആണ് അൾട്രാ ബറി എന്ന് പറയുന്നത്. നമ്മുടെ ഹിമോഗ്ലോബിന്റെ അളവ് കൂട്ടും. മനസ്സിലായ? സ്ത്രീകൾ പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കണം. കാരണം മെൻസസ് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഓവറായിട്ടുള്ള ബ്ലീഡിങ്ങും പെയിനും അതൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് അടിപൊളി പ്രൊഡക്റ്റ് ആണിത്. ക്യാൻസർ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ വളരില്ല. മനസ്സിലായ? അത്രയും നല്ല പ്രൊഡക്റ്റ് ആണിത്. ആൽക്കലൈൻ പ്രൊഡക്റ്റ് ആണ്. കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. കുട്ടികളില്ലാത്ത വീടുണ്ടോ? 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കുറച്ച് കൊടുക്കാം. മനസ്സിലായില്ലേ? എല്ലാ വീട്ടിലും വേണ്ട സാധനം എഴുതുന്നത് ഇതിനോടൊക്കെ ഒന്ന് വേണം. അതുകൊണ്ട് അൾട്രാ 4400 പാക്കേജ് പോലും എടുപ്പിച്ചുകൊണ്ട് നിങ്ങളോട് പറയാം, ഒരെണ്ണം നമുക്ക് വിൽക്കാലോ. 3000 രൂപ കിട്ടൂലേ? 250 കൊടു. 4400. അങ്ങനെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ ടീമിൽ എണ്ണം കൂട്ടുക. അത് ഒരിക്കലും നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റില്ല. യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിനുള്ള കഴിവുണ്ട്, ബന്ധങ്ങളുണ്ട്. മനസ്സിലായ? അത് ഉപയോഗിക്കണമെന്ന് മാത്രം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളുടെ ഓണമെടുത്തു. ഓണത്തിന്റെ എല്ലാ തിരക്കും മാറ്റിവെച്ചുകൊണ്ടും ഈ പ്രഭാതങ്ങളിൽ ഈ പ്രോഗ്രാമിൽ എത്തിയ ഓരോരുത്തർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെ കാണാനും സംസാരിക്കാനുള്ള ആർജവും ഊർജവും ശക്തിയും മനസ്സും ആവേശവും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്.